ബുഖാരിയുടെ ഹദീസിന്റെ കാര്യത്തിൽ, മുസ്ലിമിന്റെ ഹദീസിന്റെ കാര്യത്തിൽ, അതിന്റെ റിപ്പോർട്ടറുടെ കാര്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ പുറത്തുനിന്നൊരു വിഷയമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കൊണ്ടുവരുന്ന ഒരാൾ അഭിപ്രായം പറയുന്നത് പോലെ അഭിപ്രായം പറഞ്ഞാൽ മനസ്സിലാക്കണം, ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസുകളിൽ ദുർബലരായ ആളുകൾ വഴിയുള്ള റിപ്പോർട്ടുകൾ വരും. എങ്ങനെ വരും എന്നറിയോ? സഹീഹായി വരും. എങ്ങനെ വരിക? അയ്യകൂന ദാലിക വാഖിഅൻ മിനൽ മുതാബഅതി വശവാഹിദി ലാ ഫിൽ ഉസൂലി. കേട്ടോ, ലാ ഫിൽ ഉസൂലി, അടിസ്ഥാന വിഷയങ്ങളിലല്ല, മുതാബഅത്തായി കൊണ്ടുവരും, ശവാഹിദായി കൊണ്ടുവരും. നിങ്ങൾക്ക് മുതാബഅത്തും അറിയില്ല, ശവാഹിദും അറിയില്ല, പിന്നെ ഇങ്ങനെ കാണിക്കല്ല, വേറെ നിർത്തിയില്ലല്ലോ. അപ്പൊ മുതാബഅത്ത് എന്തെന്ന് അറിയണം, ശവാഹിദ് എന്തെന്ന് അറിയണം. മുതാബഅത്തായി കൊണ്ടുവരും, ശവാഹിദായി കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉണ്ട്, ചില നിയമങ്ങളുണ്ട്. ബുഖാരി ഹദീസ് കൊണ്ടുവരുമ്പോൾ, മുസ്ലിം ഹദീസ് കൊണ്ടുവരുമ്പോൾ അതിന്റെ റാവി ഒരാളെ ആ റിപ്പോർട്ട് മാത്രം എടുത്ത് നിരൂപണം നടത്തുമ്പോൾ അതിന്റെ ജർഹും അതിന്റെ തഅദീലും പണ്ഡിതന്മാർ പറയും. അത് കയറി വിവരമില്ലാതെ കയറി അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്, വിവരമില്ലാതെ കയറി അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്. നേരെ മറിച്ചത് എങ്ങനെ കൊണ്ടുവന്നു? മുതാബഅത്തായിട്ടാണ് കൊണ്ടുവന്നത്, ശവാഹിദായിട്ടാണ് കൊണ്ടുവന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും അറിയില്ല. മൂപ്പറയിൽ ഒരു കുറിപ്പാത്തിന്റെ അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. ഈ രൂപത്തിലുള്ളത് എന്നിട്ട് അഭിപ്രായം പറയണമെന്ന്. ഏത് പറഞ്ഞ വിഷയത്തിലല്ല. തീരുമാനം മോഡറേറ്റർ പറയേണ്ടത് നമ്മൾ പറഞ്ഞ വിഷയത്തിലല്ലേ, പറയാത്ത വിഷയത്തിലാണോ? ഇനി കിടക്കല്ലേ. പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ മിണ്ടുന്നില്ല. ഓരോന്ന്, പല്ലിയുടെ വിഷയം എവിടെ പോയി? പല്ലി ഇപ്പൊ പല്ലിയെ കാണുന്നില്ല. കുത്തുന്ന ഹദീസ്, പിശാച് കുത്തുന്ന ഹദീസ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതാണ് വലിയ കാര്യത്തിൽ, ഇപ്പൊ മിണ്ടുന്നില്ല. ഖലഖ ദക്ര വൽ ഉൻസ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതാണ് വലിയ കാര്യത്തിൽ, ഇപ്പൊ മിണ്ടുന്നില്ല. അപ്പൊ നിങ്ങളിപ്പോ പറയാത്ത വിഷയത്തിൽ പറയണമെന്ന, നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഹദീസിനും കൂടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓരോ റിപ്പോർട്ട് എടുത്ത് പറയേണ്ടതില്ല. ദുആഫാകൾ, ദുർബലന്മാരായ ആളുകളെ, ചിലപ്പോൾ അഹ്മദ് ബിൻ ഈസ ദുർബലനാണ്, പക്ഷെ ബുഖാരിയുടെ റിപ്പോർട്ടാണ്. അബൂ സഹർ ദുർബലനാണ്, ബുഖാരിയുടെ റാവിമാരിൽപ്പെട്ടതാണ്. ആ ബുഖാരി എങ്ങനെ കൊണ്ടുവരും? ദുർബലന്മാരെ ബുഖാരി എങ്ങനെ കൊണ്ടുവരും? അതിന് ഹുക്കുമുണ്ട്, അതിന് നിയമമുണ്ട്. അത് ഇസ്ലാമിക ലോകത്തെ വിശാരദന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കണം, അത് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ അത് തെറ്റാന്നേ തോന്നൂ, ബുഖാരിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നൂ, മുസ്ലിമിന് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഒരു കാര്യം ഇസ്ലാമിക ലോകത്തിന് മനസ്സിലാകും, നിങ്ങളും നിങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനവും യഥാർത്ഥ ഇസ്ലാം തലഖത്തുഹുമൽ ഉമ്മ, തലഖത്തുഹുമുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഏകോപിത മുദ്രാവാക്യം അതെന്താണ്? ബിൽ ഖബൂൽ, ഹദീസുകൾ സ്വീകരിക്കുക, ബുഖാരിയുടെ ഹദീസിനെ സ്വീകരിക്കുക, മുസ്ലിമിന്റെ ഹദീസിനെ സ്വീകരിക്കുക എന്ന മുസ്ലിം ഉമ്മത്തിന്റെ മുദ്രാവാക്യത്തിനെതിരെ തിരിഞ്ഞു നടക്കുന്നവരാണ്. ആ തിരിഞ്ഞു നടക്കുന്ന വാദങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ഞൊണ്ടിന്യായങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ കയ്യിൽ അസ്ലില്ല, നിങ്ങളുടെ കയ്യിൽ യാതൊരുവിധ തെളിവുമില്ല എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി ഓരോരുത്തരെ വെച്ച് നിങ്ങൾ ചോദിക്കേണ്ട. ഒരു റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർ ദുർബല എന്ന് പറഞ്ഞില്ലേ, ഈ റിപ്പോർട്ടിൽ ദുർബലതയുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അത് സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അത് ദുർബലത വായിക്കാം, കാണാം. ബുഖാരിയിൽ വരുമ്പോൾ, മുസ്ലിമിൽ വരുമ്പോൾ ശവാഹിദായി വരും, മുതാബഅത്തായി വരും, അല്ലാതെ കൊണ്ടുവരില്ല. ലാഫിൽ ഉസൂൽ, അടിസ്ഥാനത്തിലല്ല. വളരെ കൃത്യമായിട്ടാണ് എല്ലാത്തിനും A to Z മറുപടി പറഞ്ഞതെന്ന് ഈ പഠിപ്പിച്ചൽ കേട്ടാ തോന്നുന്നു. ഒരു 5 മിനിറ്റ് ഇട്ടിട്ടങ്ങട്ടെ കിട്ടിയ സമയം എടുത്തിട്ട് പഠിപ്പിച്ചാൽ മുഅവ്വിദത്തൈനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ബുഖാരി ഉദ്ധരിച്ച ആ ഹദീസിൽ മാത്രമേ ഇതുള്ളൂ. മുഅവ്വിദത്തൈനി നബി മത്ബൂബായപ്പോഴാണ് ഇറക്കി കൊടുത്തത് എന്നുള്ളൂ. അതേ സനദിൽ വന്ന മറ്റുള്ള ഹദീസുകളിൽ അതില്ല. എങ്ങനെ സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതികഠിനമായ രൂപത്തിൽ സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന സുഫിയാന്റെ വാക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുന്നതിനെ കുറിച്ച് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ വെച്ചിട്ടാണ് പേടിപ്പിച്ചാൽ. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നമ്മളെടുത്ത് കുട്ടികളുണ്ടാകുന്നുണ്ട്, അടിച്ച് തകർക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. എന്ന മാതിരി നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. 100 കുട്ടികൾ നിൽക്കുന്ന ഒരു ഹോസ്റ്റലിൽ പാവം വാർഡന്മാരായിട്ട് നിൽക്കുമ്പോൾ ചെക്കന്മാർ വന്നിട്ട് നമ്മൾ മേലെ അറ്റാക്ക് ചെയ്യാറുണ്ട്. അവിടെയാക്കും ഇവിടെയാക്കും, നാട്ടിൽ പോകണ്ട, കുട്ടികളില്ലേ, വീട്ടിൽ ആളില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് നമ്മൾ നമ്പർ എടുത്ത് കൊടുക്കല്ലോ, എന്നാൽ നാട്ടിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയ്യുന്നതാണ്. എന്നാൽ മാതിരത്തെ വിഷയമല്ലല്ലോ. നമ്മൾ എത്രയും സൗഹൃദത്തിലാണ് സംസാരിക്കുന്നത്, ഇവിടെ എത്ര സുന്ദരമായിട്ട് ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ ഈ സുഫിയാനി പറഞ്ഞ വാക്ക്, അതിനെക്കുറിച്ച് പണ്ഡിത ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കും. എന്തുകൊണ്ട് ഹിഷാമാൻ അബീഹി എന്നുള്ള റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് വന്നപ്പോൾ മുഅവ്വദത്തൈനി ഇറക്കി കൊടുത്തു എന്നും മറ്റൊന്നിൽ മുഅവ്വദത്തൈനി ഇറക്കി കൊടുത്ത വിവരം പറയുന്നില്ല? എങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് എന്തെങ്കിലും പറയണ്ടേ?
പിന്നെ ഞാൻ പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ മുഅ്തസിലിയോ അല്ലെങ്കിൽ മുഅ്തസിലിയാക്കളുടെ വാദം ഉദ്ധരിക്കുന്നവനെ ആയതുകൊണ്ടാണ് ഞാൻ അബൂ ജഅഫർ അഖീലിയെ ഉദ്ധരിച്ചത്. തദ്രീബ് റാവി എന്ന് പറയുന്നത് സുയൂത്തിയെ ഉദ്ധരിക്കുന്നതിനാണ്. തദ്രീബ് റാവി എന്ന് അല്ലെങ്കിൽ വരീബാണ് ഹദീസ് എന്ന് പറഞ്ഞത് ഹബീയുടെ വാക്കോ പറയുന്നത്. അപ്പോൾ ജനറൽ പറഞ്ഞ കാര്യങ്ങൾ എവിടെന്നെങ്കിലും വായിച്ചിട്ട് അഭിപ്രായത്തിലേക്ക് വരാതെ അടിച്ചു കാച്ചിട്ടുള്ള വർത്താനങ്ങൾ. രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ, രാഷ്ട്രീയ ഇലക്ഷൻ്റെ ടൈമൊന്നുമല്ല. കൃത്യമായിട്ട് സ്കൂളായിട്ട് വളരെ ശാന്തമായിട്ട് ഒരു വിശ്വാസം ആദർശമാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുള്ള പേരിൽ, ദീനാണ് പറയുന്നതെന്നുള്ള പേരിൽ പറഞ്ഞാൽ മതി. ഈ രണ്ട് വിഷയത്തിൽ എന്തെങ്കിലും പറയൂ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഖുർആൻ എതിരാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. 7 ദിവസം കൊണ്ടല്ല 6 ദിവസം കൊണ്ടാണ് ഭൂമിയും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചെന്ന് ഖുർആനിലുള്ള ആയത്തിനെതിരായിട്ടൊരു ഹദീസ് ഉണ്ടെന്ന് പറയുന്നു. എന്തു പറയുന്നു? പല്ലിയെ കൊല്ലുന്ന വിഷയത്തിൽ ആയിഷ ബീവി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണോ ശരി, അത് കേട്ടു എന്ന് പറഞ്ഞതാണോ ശരി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് വരാതെ ദയവ് ചെയ്ത് ഇപ്പം കാര്യം മനസ്സിലായി, ഇപ്പം അയാൾക്ക് തിരിഞ്ഞുകണം, ഇപ്പം അയാൾ ഇതായിക്കണം, അതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതല്ലേ, സാധാരണ കേൾക്കുന്ന നമ്പറുകളല്ലേ. അത് മാറ്റി പറ്റുമെങ്കിൽ പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. ഞാൻ ഇത് വളരെ വിനയത്തോടോ ബഹുമാനത്തോടോ എന്താണെന്ന് എനിക്കറിയില്ല, അത്ര ഇതിലാണ് പറയുന്നത്. കാരണം നിങ്ങൾ ആദ്യം ഒരു പദപ്രയോഗം നടത്തിയത് ഞാൻ അടിച്ച് വീഴ്ത്തുന്നില്ല, അത്ര മതിയെന്നൊക്കെ, അത്രയെങ്കിലും എന്നോട് സിമ്പതി തോന്നിയല്ലോ എന്നുള്ള നിലക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല അതിലൊരു സുഹൃയത്തിൻ്റെ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു വാക്കുമില്ല. ഇത് ആദർശമാണ്. ആ നിലക്ക് സംസാരിച്ചാൽ മതി, ഹീറ്റാവേണ്ട, ബി കൂൾ. അല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താ ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നേരം വിശദമായി പറഞ്ഞു, വ്യക്തമാക്കി തന്നു, എന്നിട്ട് വീണ്ടും അദ്ദേഹം പഴയ പല്ലവി ആവർത്തിക്കുകയാണ്. ഇത് ഏതായിരുന്നാലും നിങ്ങൾ മാത്രമല്ല, ഇത് കേൾക്കുന്നൊരു ജനത ഉണ്ടാവും, ഇത് കേൾക്കുന്നൊരു സമൂഹം ഉണ്ടാവും, ഇത് നാളെ പുറത്തിറങ്ങും. അപ്പോൾ ഏതായിരുന്നാലും ഇത് കേൾക്കുന്ന ഒരു ജനത നിങ്ങളെ വിലയിരുത്തൂലേ, നിങ്ങളെക്കുറിച്ച് പറയൂലേ, എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പറയാനുണ്ടായിരുന്നത്? ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായി ഇബ്നു കതീർ എടുത്തുദ്ധരിച്ചു. അത് പുതിയ ഒരു വിഷയമല്ല, നേരെ മറിച്ച് അത് വളരെ നേരത്തെ തന്നെ പണ്ഡിത ലോകം പറഞ്ഞതാണ്. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് മുഅവ്വിദത്തൈനിയുടെ വിഷയം. പിന്നെ രണ്ടാമത് ഖലഖദ് ദക്കറ വൽ ഉൻസ, അതും നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി സിഹറിൻ്റെ ഹദീസ്, ഇസ്ലാമിക ലോകത്ത് അതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വ്യക്തമായി നേരത്തെ വായിച്ച് കേൾപ്പിച്ചതാണ്. പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസം എന്താ? ഒരെണ്ണത്തിൽ മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞു, വേറൊരെണ്ണത്തിൽ പറയേണ്ടിയിരുന്നത് മുഅവ്വിദത്തൈനി ഇതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടില്ല എന്നായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായ വ്യത്യാസമാകുമായിരുന്നു. മുഅവ്വിദത്തൈനി ഇറങ്ങിയത് അതുമാത്രമല്ല, ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ, ഒരുപാട് റിപ്പോർട്ടുകളിൽ അത് വന്നതുണ്ട്. മുഅവ്വിദത്തൈനി ഇറങ്ങിയത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും അതിന് എതിരായി വരണമെങ്കിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ട് വരണം. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞതാണ്. അതെന്താണ്? ഈ പറയുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ജൂതൻ സിഹർ ചെയ്തു. അത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ജാമിഉകളിൽ ഉദ്ധരിച്ചതാണ്, സുനനുകളിൽ ഉദ്ധരിച്ചതാണ്, മുസ്നദുകളിൽ ഉദ്ധരിച്ചതാണ്, മുസന്നഫുകളിൽ ഉദ്ധരിച്ചതാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ഫുഖഹാക്കൾ പറഞ്ഞതാണ്, മുഫസ്സിരീങ്ങൾ പറഞ്ഞതാണ്, ഇസ്ലാമിക ലോകത്തെ മുഴുവൻ ആളുകളും പറഞ്ഞതാണ്. ഞാൻ നേരത്തെ ഉദ്ധരണി ഇബ്നു ഖയ്യിമിൻ്റെ ഉദ്ധരണി വായിച്ച് കേൾപ്പിച്ചു. ഇതിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അത് മുഅവ്വിദത്തൈനി ഇറങ്ങി എന്നുള്ളത് ഒരിക്കലും അത് വൈരുദ്ധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സീർ ബാധിച്ചപ്പോൾ അതിനുവേണ്ടി മുഅവ്വിദത്തൈനി ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യമില്ല. ഇറങ്ങിയിട്ടില്ല എന്നൊരു ഹദീസ് ഉണ്ടോ? എങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാവും. ഒരു ഹദീസിൽ ഇറങ്ങിയെന്നും വേറൊരു ഹദീസിൽ ഇറങ്ങിയില്ല എന്നും. പിന്നെ സീറിന്റെ കൂട്ടത്തിൽ ശക്തമായതാണ് വന്നത്, അവർ ചെയ്തത് എന്ന് പറയുന്ന റിപ്പോർട്ട് ശക്തമായതല്ല എന്ന് വേറെ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? എങ്കിൽ അതാണ് വൈരുദ്ധ്യമാകുന്നത്. സിഹറിൻ്റെ ഇനത്തിൽ ശക്തമായതാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ചിരിച്ചു തള്ളിക്കളഞ്ഞാലൊന്നും കാര്യമില്ല. അതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. പല്ലിയുടെ വിഷയം, അത് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൻസാറുകൾ കേൾക്കാത്തതുണ്ടായിരുന്നു.
അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കേൾക്കാത്തതുണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാത്തതുണ്ടായിരുന്നു. അതുകൊണ്ട് ഹദീസ് അസ്വീകാര്യ എന്ന് വരില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പുസ്തകങ്ങളിലടക്കം പല്ലിയെ കൊല്ലാൻ ഈ ഹദീസ് തെളിവ് കൊണ്ടുവന്നത്. ഈ ഹദീസ് സ്വീകാര്യമല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നബി പറയുന്നത് നബി പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് സ്വീകരിക്കേണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹുക്കം പറയുമായിരുന്നില്ല. ഇതൊക്കെ വളരെ വിശദമായി അതത് സമയങ്ങളിൽ കൃത്യമായി പറഞ്ഞു. അവസാനം നിങ്ങൾ ആ പണ്ഡിതൻ, ഈ പണ്ഡിതൻ, മറ്റേ പണ്ഡിതൻ, അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഓരോ പണ്ഡിതന്റെ പേരെടുത്ത് പറയേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഹ്മദ് ബിൻ ഈസ ഞാൻ പറഞ്ഞു വെച്ചത് അവിടെയാണ്, ദുർബലനാണ്. അബൂ സഹർ ദുർബലനാണ്, ബുഖാരിയുടെ റാവിയാണ്, മുസ്ലിമിന്റെ റാവിയാണ് അതിലൊരാൾ. ഈ രൂപത്തിൽ വരുന്ന റിപ്പോർട്ടർമാർ എങ്ങനെ കൊണ്ടുവരുന്നു? അതാ പറഞ്ഞ ലാബിൽ ഉസൂൽ, അടിസ്ഥാനത്തിലല്ല, നേരെ മറിച്ച് ബി ഷവാഹിദായി കൊണ്ടുവരും, അതല്ലെങ്കിൽ മുത്താബാത്തായിക്കൊണ്ട്. ഇതൊക്കെ വിവരമുള്ള ഉസൂല് പഠിച്ച ആളുകളൊക്കെ പോയിരുന്ന് പഠിക്കേണ്ടതാണ്, ഇവിടുന്ന് പഠിപ്പിച്ചു തരേണ്ടതല്ല, അവിടുന്ന് പഠിച്ചു വരേണ്ടതാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തത്, ഇപ്പോൾ പട്ടിക അറിയാത്തവന് പിന്നെ നമുക്ക് പോളിനോമിയൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പട്ടിക അറിയില്ലല്ലോ. പോളിനോമിയൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയോ? അപ്പോ അത് പട്ടിക അറിയാത്തവന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലല്ലോ. മനസ്സിലായില്ലേ? ഇതിപ്പോ പട്ടിക അറിയില്ല, പോളിനോമിയൽ പഠിപ്പിക്കണമെന്നാ പറയണേ. അപ്പൊ ഈ രൂപത്തിലാകാൻ പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഉസൂല് പഠിക്കുക, അസുല് പഠിക്കുക, ഹദീസിന്റെ അടിസ്ഥാനം പഠിക്കുക. ഈ രൂപത്തിൽ കൃത്യമായ വിവരങ്ങൾ, വിശദമായ വിവരങ്ങൾ കൃത്യമായി പഠിക്കാൻ തയ്യാറാവുക എന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ വികാരം, നിങ്ങളുടെ നിസ്സഹായതക്ക് നമ്മൾ ഇപ്പോൾ രണ്ടിട്ട് കണ്ണീര് വാർക്കാന്നല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. എന്ത് ചെയ്യാനാ? നിങ്ങളുടെ നിസ്സഹായതക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒച്ചിടാനോ അത് പറ്റണില്ല, തെളിവ് ഉദ്ധരിക്കാൻ അത് പറ്റുന്നില്ല, കിതാബ് ഉദ്ധരിക്കാൻ അത് പറ്റണില്ല. പിന്നെ നിങ്ങൾ ആകെ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതിന് മറുപടി പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെയും മധ്യസ്ഥന്മാരെ ചാക്കിട്ട് ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് മൂപ്പരെ ശ്രമിക്കുകയാണ്. ഏതായാലും രണ്ടിറ്റ് കണ്ണീര് വാർത്ത് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ നിസ്സഹായതക്ക് മുന്നിൽ നമ്മൾ കീഴടങ്ങല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ വിഷമിക്കുകയും ചെയ്യരുത്. നേരെ മറിച്ച് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിവരക്കുറവ് അത് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്. എന്റെ വിവരക്കുറവ് ഓക്കെ, എന്റെ ജഹാലത്ത് ഓക്കെ, പക്ഷെ ഈ വളരെ വിശദമാക്കി ഞാൻ തന്നു, നിങ്ങൾ ഉപയോഗിച്ച 3 വാക്ക് വിശദീകരിച്ചു തന്നു, വ്യക്തമാക്കി തന്നു എന്നൊക്കെ പറഞ്ഞാലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു. രാവിലെ ബുദ്ധി നമ്മൾ പറയില്ലേ, ഒരു കാര്യം ചോദിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ ഉൾക്കൊള്ളാനുള്ള ബുദ്ധി ഉണ്ട് എന്ന് എനിക്ക് എന്നെ കുറിച്ചൊരു ധാരണ. ഒരാളൊരു കാര്യം വ്യക്തമാക്കി തന്നാൽ ഞാൻ നിങ്ങളോട് ചോദിച്ചത് വളരെ വിചിത്രമായൊരു അതിമാരകമായിരുന്നു എന്ന് സുഫിയാൻ പറഞ്ഞത് ആ സനദിൽ വന്ന സിയാദത്തല്ലേന്ന് താറുന്നില്ല, പതേ വൈരുദ്ധ്യം എന്നല്ല അവിടെ പറഞ്ഞത്, സിയാദത്താണ്. ഹദീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ സിയാദത്ത് വന്നപ്പോൾ, അതുപോലെ തന്നെ ഒരേ സനദിൽ വന്ന ഹദീസിൽ മറ്റൊരു സിയാദത്തും വന്നപ്പോൾ മുഅവ്വിദത്തൈനി ഇറക്കിക്കൊടുത്ത ഈ സന്ദർഭത്തിലാണ് എന്ന് ബുഖാരിയിൽ മാത്രം വന്നപ്പോൾ അത് സിയാദത്തായി. അങ്ങനെ ഒരേ സനദിൽ വന്ന മത്തുനുകളിൽ സിയാദത്ത് വന്നാൽ അതിനാണ് മുൽത്തറബ് എന്ന് പറയുന്നത്. വൈരുദ്ധ്യം എന്നുള്ള വാക്കല്ല നമ്മൾ പറഞ്ഞത്, അപ്പുറത്തേക്ക് ചാടിയിട്ടല്ല പറയേണ്ടത്, ചോദിച്ചതിന് പറയുക. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു അതിനല്ലേ പറയേണ്ടത്. ഞാൻ ചോദിച്ച ആയിഷ ബീബിയ പല്ലിയെ കൊല്ലുന്ന ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതും, ഞാൻ കൊല്ലാറുണ്ട്, മറ്റുള്ള ആളുകളോട് കൊല്ലണം നബി പറഞ്ഞു എന്ന് പറഞ്ഞതും എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് മുസ്ലിമിൽ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുസൂഫ് നിസ്കരിക്കുകയാണെങ്കിൽ 3 റുക്കൂ 4, 6 എന്നുള്ള വ്യത്യാസം നമുക്ക് എങ്ങനെ, ആ ഹദീസ് എന്ത് ചെയ്യണം? പണ്ഡിത ലോകത്ത് ആരെങ്കിലും, ഏതെങ്കിലും ഒരു സലഫികൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ കുസൂഫ് നിസ്കരിച്ചപ്പോൾ മുസ്ലിമിലെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറയാതെ എനിക്കറിയില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയില്ല എന്നല്ലാതെ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞു തരുന്നതിന് ഒരു അർത്ഥം, ഒരു കാര്യം മനസ്സിലാക്കി തന്നാൽ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നാളെ ആളുകൾ ഇത് കാണൂലേ, നാളെ ആൾക്കാരെത്തി എത്തൂലേ, നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഞാൻ നാളെ ആരുടെ ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്നില്ല, ഒരു സംഘടനയുടെ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കുന്നില്ല. തിരിച്ച് നിങ്ങളോട് ചോദിക്കുക, ഈ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നില്ലേ, ഞാൻ വ്യക്തമാക്കി തന്നില്ലേ, ഞാൻ എന്നാ 3ാമത്തെ വാക്ക് വിശദമാക്കി തന്നില്ലേ? എന്നല്ല മലയാളത്തിലെ പദപ്രയോഗം എങ്ങനെ ഇട്ട് ഈ ചോദിക്കുന്ന ആൾക്കാർ കാണുന്നില്ല ബോധം നിങ്ങൾക്കും വേണ്ടേ? നിങ്ങൾ പറഞ്ഞ് എനിക്കും തിരിച്ചു ചോദിക്കാം.
നിങ്ങൾ പ്രസംഗിച്ച കേരളക്കര കേട്ടതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ച കേരളക്കരയൊക്കെ കേട്ടതാണ്. പലരും തിരുത്തിയിരിക്കാം. അൽഹംദുലില്ലാ, നമുക്ക് അത്ര വിഷയത്തിൽ പറയാനുള്ളൂ. നല്ല വഴിയിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അല്ലാഹ് ഹൈറായ ബുദ്ധി തോന്നിക്കട്ടെ. യഥാർത്ഥ അക്കീദയിലേക്ക് വരിക. ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ വിശദീകരിച്ചു, ഞാൻ വ്യക്തമാക്കി തന്നു എന്ന് പറയുന്നതിന് പകരം മുസ്ലിമിലെ ഉദ്ധരിച്ച ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും. അല്ലെങ്കിൽ എന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യമുള്ളത് നിസ്കരിച്ചിട്ട്, കുസൂഫ് നിസ്കരിച്ച് ഒരു പ്രാവശ്യം ഇബ്രാഹിം മരിച്ചത്, വേറെ നിസ്കരിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെ ജമ്മ് ചെയ്യാം, അത്ര പറഞ്ഞാൽ മതി. അല്ല തആറുളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റത് അതികഠിനമായ സിഹിറായിരുന്നു എന്ന് പറയുമ്പോഴേ തആറുളാണ് എന്താണെന്നാ പറഞ്ഞേ? അല്ലായിരുന്നു എന്ന് പറയണമെന്നാ. മുഅവദത്തിന് അപ്പോൾ ഇറക്കി കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് പറയണമെന്നാ. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് പറയാൻ പറ്റുമോ? പിന്നെ അബൂ ജാഫർ അഖീലി അതേ സലഫി പറഞ്ഞ ആളുകളൊക്കെ നിങ്ങൾ മുഅ്തസിലിയാൾക്ക് ആൾക്കാരെ എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് 2 ആളുകൾ ഉദ്ധരിച്ചാണ്, റഹബിനെയും സുയൂത്തിനെയും അബൂ ജാഫർ അഖീലിയൊക്കെ. അപ്പോൾ പറയാം ഓരോ പേരൊന്നും നിങ്ങൾ എണ്ണല്ലിന്ന്. പിന്നെ ഞാൻ എണ്ണണം എന്ന് ഉദ്ദേശിച്ച കുറച്ച് പേരുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അവരെക്കുറിച്ച് പറയുന്ന അവരൊക്കെ ലൈഫുകളാണ്, എന്നാലും അല്ല ഹദീസ് എടുക്കാന്നൊക്കെ പറയുന്നത്. ഞാൻ എന്താ, എനിക്കറിയുന്നല്ല, എനിക്ക് പറയാൻ പറ്റുമോ? മാത്രമല്ല ഒരു കാര്യം കൂടെ അറിയാം, അവരൊക്കെ ഉദ്ധരിച്ചാൽ അതിന് എന്തെങ്കിലും ഷഹായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഹദീസ് ഹൈബത്തി അഷൈഖൈൻ, അവരുടെ ഹൈബത്ത് ഉണ്ടല്ലോ, നമ്മളെന്ത് പറഞ്ഞ് ചിരിച്ചാലും ഈ ഹദീസൊക്കെ ക്രോഡീകരിച്ച് ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തൊരു ഷെയ്ഖാൻ, അവരൊക്കെ ഹൈബത്തുണ്ട്, അതൊന്നും നിഷേധിക്കുന്നില്ല. നമ്മൾ ഏതെങ്കിലും വാക്കിൽ എവിടെയെങ്കിലും നേർക്കുനേരെ അവർക്കൊക്കെ പറ്റുന്ന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ ഈ ഹദീസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ആളുകൾ വാക്ക് പറഞ്ഞിട്ടുണ്ട്. കറമാനി പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഖബർ ആഹാദുകളൊക്കെ കൊടുത്തത് ലിയഅലം നഹു ഫിൽ ഇബാദാത്ത് ലാ ഫിൽ അഖീദാത്ത് എന്നൊക്കെ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് കൊടുത്തെന്ന് ഷറഹി ചെയ്ത ഷാരിഹിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല. അസ്സലാമു അലൈക്കും. ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഹദീസുകളെ തവിട്ടിയിട്ടുള്ളൂ, ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. നിങ്ങളിങ്ങനെ ഓരോ ഹദീസുകൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പുതിയ അടവല്ല. നേരത്തെ മുതൽ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവ്വസൂരികൾ മുഴുവനും പയറ്റി കഴിഞ്ഞ അടവാണിത്. ഓരോ ഹദീസുകൾ എടുത്തു വെക്കുക, എന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തിരിയാതിരിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുക, മനസ്സിലാകാത്തതുപോലെ ഇരിക്കുക, എന്നിട്ട് എന്നെടുക്കുക ആ ഹദീസിനെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കുക. നേരത്തെ വളരെ വ്യക്തമായി ഓരോന്നിനും മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ച ഹദീസ്, സുഫിയാനിൽ നിന്ന് വന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അത് ഏറ്റവും വലിയ ന്യൂനതയാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ സിഹറാന്ന് പറഞ്ഞത് ന്യൂനതയാണെന്നാണ് പറയുന്നത്. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അവരെ നിങ്ങൾ വില കുറച്ച് കാണരുത്. നേരെ മറിച്ച് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഓരോന്നും, ഞാൻ പറയട്ടെ, ഈ വിഷയത്തിൽ നിങ്ങൾ എൻ്റെ പ്രസംഗത്തിലുള്ള ഉദ്ധരിച്ചല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഖുർആൻ എതിരാണ് എന്ന് പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ ഖുർആൻ എതിരാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ ഹദീസിൻ്റെ റാവിമാരിൽ ദുർബലതയുണ്ടെന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ ഹദീസിൽ ഇൽത്തിറാബുണ്ട്, മുൽത്തറബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഈ ഹദീസിൽ പറഞ്ഞ ലബീദ് ജീവിച്ചിരുന്നില്ല എന്ന് നിങ്ങളുടെ പ്രാസംഗികന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ബീറു ദർവാൻ എന്ന് പറഞ്ഞ കിണറില്ല എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ എന്താ ചെയ്യുന്നറിയോ, ഈ ഹദീസുകൾ വെച്ച് നിങ്ങളൊരു അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് ഹദീസുകളെ സംബന്ധിച്ച് അഹ്ലുൽ ജർഹി വത്തഅദീലിൻ്റെ ആളുകൾ അവരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പറയാതെ പോവുകയില്ല. അവർക്ക് പറയാനുള്ളവരാണവർ. ആ അഭിപ്രായം പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ അവർ പറയും. പക്ഷേ ഇസ്ലാമിക ലോകത്ത് അത് സ്വീകരിക്കേണ്ട കാഴ്ചപ്പാടുണ്ട്, ആ കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ രൂപത്തിൽ നിലപാട് സ്വീകരിച്ച ആളുകളെ വെച്ചിട്ട് നിങ്ങൾ ഹദീസുകൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സലഫുകളായ, മുൻഗാമികളായ, പൂർവ്വസൂരികളായ ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ സിയാദത്തില്ലാതെ വന്ന റിപ്പോർട്ട് നിങ്ങൾ സ്വീകരിക്കുമോ? ഈ ഹദീസ് സിയാദത്ത് വന്ന റിപ്പോർട്ട് നിങ്ങൾ സ്വീകരിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സിയാദത്തില്ലാതെ വന്ന റിപ്പോർട്ടുകളുണ്ട്, ആ വിഷയത്തിൽ ബുഖാരി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, മുസ്ലിം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹദീസ് നിങ്ങൾ സ്വീകരിക്കോ? ആ ഹദീസ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ പറയണം.
അപ്പോൾ ഈ ഹദീസ് സ്വീകരിക്കൂലേ അത് കൃത്യമായി പറയണം. ഈ രൂപത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ വ്യക്തമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചു എന്ന് പറയുന്ന സിഹർ, ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ജൂതൻ ചെയ്ത സിഹർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചതാണ് എന്ന് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയത് ഞാൻ വെറുതെ എൻ്റെ വാക്ക് പറഞ്ഞതല്ല, നേരെ മറിച്ച് ലോകത്ത് കഴിഞ്ഞുപോയ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് പറഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇത്രയും പറഞ്ഞു വിവരമുള്ള പണ്ഡിതന്മാർ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇബ്നു ഹജർ അസ്കലാനി അത് വിശദീകരിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അറിയാം ഈ റിപ്പോർട്ടുകൾ. നിങ്ങൾ ഈ പറയുന്ന സിയാദത്ത് മുഴുവൻ ഉദ്ധരിച്ച ആളാണ് ആര്? ഇബ്നു ഹജർ അസ്കലാനി. എന്നിട്ട് ഇബ്നു ഹജർ അസ്കലാനി സ്വീകാര്യമില്ല എന്ന് പറഞ്ഞോ? ഇബ്നു ഹജർ അസ്കലാനി ഈ സിയാദത്ത്, നിങ്ങൾ പറയുന്ന മുഴുവൻ സിയാദത്തും കണ്ട് വിശദീകരിച്ച ആള് ഇബ്നു ഹജർ അസ്കലാനി. അദ്ദേഹം പറഞ്ഞോ ഇത് സ്വീകാര്യമില്ലാന്ന്? ഇല്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല മുഹല്ലബ് അതിന്റെ റിപ്പോർട്ടിലില്ലേ, വിശദീകരണത്തിലില്ലേ, വഖാല മുഹല്ലബ് സൗനുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനശ് ശയാത്തീൻ ലാ യംനഉ ഇറാദത്തുഹും കൈദഹു ഫഖദ് മളാ ഫി സ്വഹീഹി അന്ന ശൈത്താനൻ അറാദ അൻ യുഫ്സിദ അലൈഹി സലാത്തഹു ഫഅംകനഹു അല്ലാഹു തആല മിൻഹു. ഇത് ആരാ പറഞ്ഞ? മുഹല്ലബ് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, വിശദീകരിച്ചില്ല. നിങ്ങൾ ഈ ആളുകൾ എന്തെങ്കിലും ഉടക്ക് പറഞ്ഞത് മാത്രം കാണുകയും അതിന് മറുപടി പറഞ്ഞത് കാണാതിരിക്കുകയും സലഫികൾ വിശദീകരിച്ച് നോക്കാതിരിക്കുകയും ചെയ്യാൻ, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുത്തുന്ന ഹദീസ് അവിടെ റാജി പറഞ്ഞ ആ ഒരു പോരായ്മ മൂപ്പര് നോക്കി വായിച്ചു. അതിന്റെ ചുവട്ടിൽ ഇബ്നു ഹജർ പറഞ്ഞ മറുപടി അദ്ദേഹം വായിച്ചില്ല. ഇതുപോലെ തന്നെ ഈ സിഹറിന്റെ ഹദീസിൽ ഇബ്നു ഹജർ പറയുന്നുണ്ട്, മുഹല്ലബിന്റെ അഭിപ്രായം കൊടുക്കുന്നുണ്ട്. ഫകദാലിക സിഹ്റു മാ നാലഹു മിൻ ളറരിഹി മാ യുദ്ഖിലു നഖസൻ അലാ മാ യതഅല്ലഖു ബിത്തബ്ലീഗ് ബൽ ഹുവ മിൻ ജിൻസി മാ കാന യനാലുഹു മിൻ ളറരി സായിരിൽ അംറാദി മിൻ ളുഅഫി അനിൽ കലാം ഔ അജ്സിൻ ഔ ബഅദിൽ ഫിഅൽ ഔ ഹുദൂസി തഖയ്യുൽ ലാ യസ്തമിർ ബൽ യസൂലു വയുബ്തിലു അല്ലാഹു കൈദ ശയാത്തീൻ. ഇതാരാ പറഞ്ഞ? മുഹല്ലബ് പറയാണ്. അപ്പൊ അത് ബാധിച്ചു എന്നാ പറയുന്നത്, അല്ലാതെ ഇത് സിയാദത്തിന്റെ സ്വീകാര്യമില്ല എന്നല്ല. നിങ്ങൾ പറയണത് ഇതെന്താണ്, ഇതിന് സിയാദത്തിന്റെ സ്വീകരിക്കാൻ പറ്റൂല, തള്ളുകയാണ് നിങ്ങൾ. ഇതാ വ്യത്യാസം. ലോകത്ത് അഹ്ലുൽ ഇൽമും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാ. അവരൊരു ഹദീസിനെ സംബന്ധിച്ച് പറയാനുള്ളത് അഹ്ലുൽ ജർഹി വ തഅദീലിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയും അതിൽ നിന്ന് ഹുക്മ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഇനി ഇബ്നു ബത്താൽ പറഞ്ഞു കേട്ടോ, ലാ ഹുജ്ജത ലിബ്നു ശിഹാബ് ഫീ ഖിസ്സത്തിൽ സഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ എതിർത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ആളുകൾ മാത്രമല്ല, ഇബ്നു ശിഹാബ് എതിർത്തിട്ടുണ്ട്. പക്ഷേ ലാ ഹുജ്ജത ലിബ്നു ശിഹാബിൻ ഫീ ഖിസ്സത്തിൽ ലദി സഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു കാന ലാ യൻഖസിമു ലിനഫ്സി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞതും നിങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും. ഇനി ഒരു ചെറിയ സെക്കൻഡ്, 2 മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ ശൈലിയിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാര്യം? ഇയാൾക്ക് എന്താ പറയണത് തിരിയുന്നില്ല. 2 വാക്കുകൾ പറഞ്ഞ ഞാൻ തിരിച്ചു ചോദിച്ചു എന്നുള്ളൂ. ചോദിച്ചത് സിയാദത്തില്ലാത്ത ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് എന്നോട് ചോദിക്കുക. പ്രശ്നം പറഞ്ഞത് തൽഹീസിൽ ഈ ഇബ്നു ഹജർ അൽ അസ്കലാനി ഈ പദം സിയാദത്തായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. മത്നിൽ സിയാദത്ത് വരുന്നു, അതില്ലാതെ ഒരേ സനദിൽ ഹദീസ് വേറെയും വരുന്നു. അങ്ങനെ വന്നാൽ അത് മുൽത്തറബല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഇനി നിങ്ങൾ 11 കെട്ടുകൾ പറഞ്ഞല്ലോ. ഈ മുഅവ്വദത്തൈനി മക്കയിൽ ഇറങ്ങിയതാണ് എന്ന് ഖുർആനിൽ കൃത്യമായിട്ട് ഇതിൽ പറയുന്നു. ഇനി മദീനയിലാണെങ്കിൽ, ഈ വിഷയത്തിലാണെങ്കിൽ ബുഖാരിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ ഹദീസ് വന്നിട്ടുണ്ടോ എന്ന് പറയാതെ എന്നോട് 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, മനസ്സിലാക്കി തരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച് നിൽക്കുന്ന എന്തിനാണ്? മുസ്ലിമിൻ്റെ ഹദീസിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയാം. നമ്മളെ കുസൂഫിൻ്റെ നമസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നീ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ അനസ് മൗലവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നു. കിട്ടണം എന്ന് പറഞ്ഞാൽ അടിച്ചിരുത്താനല്ല. നിങ്ങളെ പ്രസംഗങ്ങൾ നാളെ നീളെ പ്രസംഗിക്കുന്ന കംപ്ലീറ്റ് CD നമ്മൾ കേൾക്കുമ്പോഴുള്ള സംശയങ്ങൾ ചോദിക്കാനാണ് മെയിൻ. അതന്നെ, അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ആരെങ്കിലും ഈ പറഞ്ഞ ഹദീസുകളെ ജമ്മ് ചെയ്ത്, ഇപ്പോൾ ഈ പറഞ്ഞ മുസ്ലിമിൻ്റെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, കുസൂഫിൻ്റെ കാര്യത്തിൽ വന്ന ഹദീസ്, ഇതുപോലെയുള്ള ഏതെങ്കിലും ഷഖ്സിൻ്റെ കാര്യം പറഞ്ഞ ബുഖാരിയിൽ പറഞ്ഞപ്പോൾ ബാബ് കൊടുത്തടുത്ത് അത് തെളിവ് പിടിച്ചതാണ്, നിങ്ങൾ മറ്റേ കാര്യം പറഞ്ഞപ്പോൾ തെളിവ് പിടിച്ചതാണ് എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു ചോദിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എത്രയോ ചോദ്യങ്ങൾ ചോദിച്ച് അവിടെ കിടക്കുകയാണ്. അബൂ ജാഫർ അൽ അഖീലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടോ?
ഹദീസ് ഒരീബാണ് എന്നൊരു പണ്ഡിതൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇതൊരു ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് പറയുമ്പോൾ അതൊരു കഥയാണ്, കഥ പറഞ്ഞു നടക്കുന്ന ആളുകൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതൊന്നും പറയാതെ ഇനിയെങ്കിലും അടുത്ത നീക്കല്ലേ ഇൻഷാ അല്ലാഹ് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാം. നിങ്ങൾ നീക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രൂപത്തിൽ മുസ്ലിമിൻ്റെ ഹദീസ് ഇടിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് ജമ്മ് ചെയ്യേണ്ടതെന്ന് പറയും. സിയാദത്ത് വന്നൊരു ഹദീസ് രണ്ടെണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല സിയാദത്തിന് ഇങ്ങനെ വരേണ്ടത്, സിയാദത്ത് വരാത്ത എടുക്കുമെന്ന് ചോദിക്കാനല്ല. ഒരിക്കലും ഞാനല്ല പറയുന്നത്, ഞാനൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പണ്ഡിതന്മാർ ഇപ്പം ഷഹ്സ് എന്ന് ബുഖാരിയിൽ സനദ് തന്നെ പറഞ്ഞ ബാബിൽ തന്നെ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇബ്നു ഖത്വാബിയാണ് പറഞ്ഞത്. ആ തർക്കീബ് തന്നെ നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ തർക്കീബ് തന്നെ അള്ളാഹ്ക്ക് ഷഹ്സ് ഉണ്ട് എന്ന വാദത്തിലേക്ക് എത്തും. അത് മുൻകറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പദം ബാലിയൽ ഇൻകാർ എന്നാണ് ഉപയോഗിച്ച്. എന്തു പറയുന്നു? ഇനി അടുത്ത നീക്കലെങ്കിലെങ്കിലും ഇയാൾ അദ്ദേഹം ചെങ്ങായി എന്നുള്ള വർത്താനം ഒഴിവാക്കിയിട്ട് വിഷയത്തിൽ കുറേ സമയമായില്ലേ, ഇനിയെങ്കിലും ഇന്നെ വിട്ടി എന്നിട്ട് വിഷയത്തിൽ കടന്നിട്ട് സംസാരിക്കും. അസ്സലാമു അലൈക്കും. അഭിനയത്തിന് മറുപടിയില്ല. അതെന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞതാണ്, വ്യക്തമാക്കിയതാണ്. ഇനി എന്താണെന്നറിയോ, ഇത്രയും നേരം വളരെ വ്യക്തമായി ഓരോന്നോരോ സംഗതികൾ പറഞ്ഞു. ഒന്നിലേക്ക് ചാടുകയല്ലാതെ ഒന്നിൽ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പറഞ്ഞതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടിയും അദ്ദേഹത്തിന് പറയാനില്ല. ഇനി അവശേഷിക്കുന്ന കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര കാര്യങ്ങളാ? ഒന്ന്, ഹലക്കദ്ദക്ര വൽ ഉൻത, നിങ്ങൾ അങ്ങനെ പോകരുത്. ഹലക്കദ്ദക്ര വൽ ഉൻത, മുഅവ്വിദത്തൈനി, സിഹിർ, പല്ലി, അതുപോലെ തന്നെ പിശാചിൻ്റെ കുത്ത്, ഈ 5 വിഷയങ്ങളിൽ നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്തു. ഇനിയും ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം ഇതൊന്നുമല്ലാത്തൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്താ നിങ്ങൾക്ക് പറയാൻ? ഞാൻ 3 ചോദ്യം, നിങ്ങളിപ്പോൾ ഞാൻ കബറി കിടക്കുന്ന ആൾ നിങ്ങൾ മുങ്കർ നക്കറും പോലെയാണ്. ഇങ്ങോട്ട് ചോദിക്കാം അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ഞാൻ ചോദിച്ച 3 ചോദ്യം ഇതുവരെ നിങ്ങൾ മിണ്ടിയിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല. 4000 ഹദീസുകൾ, ബുഖാരിയിലെ 4000 ഹദീസിൽ എത്ര ദുർബലത ഉണ്ടെന്ന് ചോദിച്ചു. എത്ര നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ദുർബലതയുണ്ട്, ഇത് ദുർബലമുണ്ട്, കാടടിച്ച് വെടിവെക്കുക, അത് വേണ്ട. എത്ര ഉണ്ട് തഴയും ചെയ്ത് പറ, ഇത്ര ഹദീസ് എന്ന് പറയൂ, പറഞ്ഞിട്ടില്ല. എത്ര മൗദു ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഹിഷാമൻ നബീഹി എന്ന് പറഞ്ഞാൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ, കൃത്യമായി നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. അതേസമയം നിങ്ങൾ ചോദിച്ച ചോദ്യം ഹലക്കദ്ദക്ര വൽ ഉൻത, നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു ഞാൻ, എന്നിട്ട് മറുപടി പറഞ്ഞു തന്നു. മുഅവ്വിദത്തൈനി, ഇബ്നു കസീർ വായിച്ച് ഞാൻ മറുപടി പറഞ്ഞു തന്നു. അതിൻ്റെ മറുപടി എന്താണെന്ന്? സിഹിറിൻ്റെ ഹദീസ് നിങ്ങൾക്ക് ഇനിയും വ്യക്തമായില്ലേ? ഞാൻ പറഞ്ഞു തരാം. അതായത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ പറയുന്ന ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അവരുദ്ധരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സാബിത്തുൻ ഇൻദ അഹ്ലിൽ ഇൽം, ഞാൻ പറഞ്ഞല്ലോ അഹ്ലുൽ ഇൽമിൻ്റെ അടുക്കൽ ഇത് സ്വീകാര്യമായ ഹദീസാണ്, സ്വീകാര്യമാണ്. നിങ്ങൾ പറയുന്ന ഇൽത്തിറാബ് അറിയാത്തവരല്ല അഹ്ലുൽ ഇൽമ്, നിങ്ങൾ പറയുന്ന താറുദുകൾ മനസ്സിലാകാത്തവരല്ല അഹ്ലുൽ ഇൽമ്, അവരടുക്കൽ ഇത് സിഹത്താണ്. ലാ യഖ്തലിഫൂന ഫീ സിഹത്തി, ആ സിഹത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. വഖദ് ഇത്തഫഖ അസ്ഹാബു സ്വഹീഹൈനി അലാ തസ്ഹീഹി, ഇതിന്റെ സിഹത്തിൽ ബുഖാരിയും മുസ്ലിമും ഏകോപിച്ചിട്ടുണ്ട്. വലം യതകല്ലം ഫീഹി അഹദു മിൻ അഹ്ലിൽ ഹദീസ് ബികലിമത്തിൻ വാഹിദ, അഹ്ലുൽ ഹദീസിന്റെ ആളുകൾ ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. വൽ ഖിസ്സത്തു മശ്ഹൂറത്തുൻ ഇൻദ അഹ്ലി തഫ്സീർ വസ്സുനൻ വൽ ഹദീസ് വത്താരിഖ് വൽ ഫുഖഹാ വഹഉലാഇ അഅലമു ബി അഹ്വാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅയ്യാമിഹി മിനൽ മുതകല്ലിമീൻ, മുതകല്ലിമീങ്ങളെക്കാൾ നബിയുടെ അവസ്ഥകളെ സംബന്ധിച്ച് അറിയുന്ന മുഫസ്സിരീങ്ങൾ, അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങൾ, അതുപോലെ തന്നെ താരീഖ് ചരിത്രകാരന്മാര്, ഇവരെല്ലാവരും ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചത് മുഹല്ലബ് പറഞ്ഞത് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്ന ആ റിപ്പോർട്ടുകൾ പറഞ്ഞ ഇബ്നു ഹജർ അസ്കലാനി, ആ അസ്കലാനി എടുത്തു കൊടുത്ത മുഹല്ലബിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വീണ്ടും ആ വ്രണത്തിലാണുള്ളത്. മനസ്സിലായല്ലോ? വീണ്ടും നിങ്ങൾ ആ വ്രണത്തിലാണ് പോയിരിക്കുന്നത്. നിങ്ങൾ ആ ക്ഷീരമുള്ളോരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാല് വേണ്ട, നിങ്ങൾക്ക് ചോര മതി. ഞാൻ പാലാ തരുന്നത്. കാല മുഹല്ലബ് പറഞ്ഞത് അതേ ഫത്തുൽ ബാരി എന്നാ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കത് പറ്റുന്നില്ല. ഞാൻ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി പറയില്ല. നിങ്ങൾ വീണ്ടും അപ്പുറത്തേക്കാ ചാടുക.
വീണ്ടും തിരിഞ്ഞാ വീഴ. അതുകൊണ്ടാണ് പറയുന്നത് ഇബ്നു ഹജർ അസ്കലാനി ഇബ്നു ബത്താലിന്റെ അഭിപ്രായം ഞാൻ നേരത്തെ വായിച്ചില്ലേ, ലാ ഹുജ്ജത ഇബ്നു ശിഹാബ്, ഈ ഹദീസിനെ എതിർത്ത ഇബ്നു ശിഹാബിന് തെളിവില്ല. ഫീ ഖിസ്സത്തില്ലദീ സഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഅന്നഹു കാന ലാ യംതഖിമു ലിനഫ്സി വലിഅന്ന സിഹ്റ ലം യദുർറഹു ഫീ ശൈഇൻ മിൻ ഉമൂരിൽ വഹി വലാ ഫീ ബദനിഹി വഇന്നമാ കാന ഇഅ്തറാഹു ശൈഉൻ മിന അത്തഖയ്യുൽ. ഈ രൂപത്തിൽ നബിക്ക് ബാധിച്ച സിഹിറിനെ സംബന്ധിച്ച് അതേ ഫത്ഹുൽ ബാരി നിങ്ങൾ ഉദ്ധരിക്കുന്ന, നിങ്ങൾ വിമർശിക്കുന്ന ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞത്, ഞാനത് വായിച്ചു തരുന്നു, പക്ഷെ നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് വീണ്ടും ചോര വേണം, നിങ്ങൾക്ക് വ്രണം വേണം. അവിടെ നിങ്ങളുള്ളത്. അത് നിങ്ങൾ വിമർശിക്കാൻ വേണ്ടി പറയല്ല. ഈ രൂപത്തിൽ നിങ്ങൾ ഉദ്ധരിച്ചതിൽ നിന്ന്, നിങ്ങൾ കൊണ്ടുവന്നതിൽ നിന്ന് 5 എണ്ണത്തെ ഞാൻ പിടിച്ചിട്ട് 5 എണ്ണത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ വിശദീകരിച്ചതല്ലെങ്കിൽ വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും നിങ്ങളെ സംബന്ധിച്ച് തന്നെ അപ്പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. പറഞ്ഞതിൽ നിൽക്ക്. ഇത്രയും സമയം കൊണ്ട് നമ്മൾ വിശദീകരിച്ചതിൽ നിൽക്ക്. ഇവിടെ നമ്മൾ വിശദീകരിച്ച ഇത്രയും കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് വ്യക്തമായി ഒന്ന് കഴിഞ്ഞ് ഒന്ന്. അതാണ് ഞാൻ ആദ്യം മുഅവ്വദത്തൈന് പിടിച്ചത്, പിന്നെ സിഹർ പിടിച്ചത്, പിന്നെ ഹലക്കദ്ദക്രവൽ ഉൻസ പിടിച്ചത്, പിന്നെ കാനയം ഫുഹല ഇബ്രാഹിം പിടിച്ചത്. എന്നും മിണ്ടണില്ലല്ലോ, കാനയം ഫുഹല ഇബ്രാഹിം നിങ്ങൾ തന്നെ തെളിവ് പിടിച്ച ഹദീസാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് പിശാചു കുത്തും എന്ന് നിങ്ങൾ റാസി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിൽ ഞാൻ വായിച്ചു വന്നത്. എന്നിട്ട് പിന്നെയും നിങ്ങൾ വീണ്ടും ചോര തേടി പോവാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഈ വിഷയത്തിൽ കൃത്യമായി പറയാനുള്ളത്. മുസ്ലിം ഉമ്മത്ത്, ആ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ബുഖാരിയിലുള്ള ഹദീസ് അത് മുസന്നദായത്, സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്വീകാര്യമാണ്, സ്വഹീഹാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിന് ഞങ്ങൾ എതിരഭിപ്രായം പറയില്ല. അതിനെതിരഭിപ്രായം പറഞ്ഞത് ചേകന്നൂർ മൗലവി പോലുള്ളവരാണ്. അതുപോലെ തന്നെ ഹദീസ് നിഷേധിക്കുന്ന ആളുകളാണ്. അവരാണ് ഇത്തരത്തിലുള്ള കേവലാഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടുവന്ന് പർവ്വതീകരിച്ച് ഹദീസുകളിൽ സംശയം ഉണ്ടാക്കിയത്, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ സംശയം ഉണ്ടാക്കിയത്. ഞങ്ങളത് ഉണ്ടാക്കൂല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. അള്ളാഹ് പറഞ്ഞാണ്, അള്ളാഹിന്റെ റസൂൽ എടുത്ത തീരുമാനത്തിൽ ചൊറിച്ചിലുണ്ടാകാൻ പാടില്ല. അത് നബി വന്ന ഒന്നാണ്, അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണം. അത് പറ്റുന്നില്ല, അതിന് എന്ത് എതിരുണ്ട് നോക്കി നടക്കല്ല. നേരെ മറിച്ച് അത് സിഹത്തായി അഹ്ലുൽ ഹദീസ് ഉദ്ധരിച്ചു തന്നതുപോലെ സ്വീകരിക്കുക. ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഹദീസിന്റെ മേൽ ചവിട്ടി കളിക്കുന്നത് നല്ലതിനല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി ചെറിയ മുണ്ടം ഷബാബിൽ തന്നെ സിഹറിന്റെ ഹദീസ് അത് സ്വീകാര്യമാണെന്ന് എഴുതിയത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ചെറിയ മുണ്ടമടക്കം നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതനടക്കം അത് സ്വീകാര്യമാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയതുണ്ട്. അസ്സലാമു അലൈക്കും. മുഅവ്വദത്തൈനിന്റെ കാര്യം ക്ലിയർ ആക്കി എന്നാണ്, 5 വിഷയങ്ങൾ ക്ലിയർ ആക്കി എന്നാണ് പറയുന്നത്. മുഅവ്വദത്തൈനിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഹദീസ് ബുഖാരിയിൽ വന്നതിൽ ഇബ്ഹാമുണ്ട്, അത് മുബ്ഹമാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്കലാനി പറയുന്നു. എന്താ നിങ്ങളതിനെക്കുറിച്ച് പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഈ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് ഇതിട്ട് നോക്കാം, തിരിച്ച് എനിക്കും ചോദിക്കാം. ജനങ്ങളിത് കേൾക്കുന്നുണ്ടാവില്ല അനസ് മൗലവി എന്ന് പറയാം. ഈ നിന്നിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതിലെ ഇബ്ഹാമിനെ കുറിച്ച് ഇബ്നു ഹജർ അൽ അസ്കലാനി അത് മുബ്ഹമാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? ഷഖ്സിന്റെ കാര്യം 5 വിഷയത്തെ പിടിച്ച് എവിടെ, എന്താണ് അതിന് കാര്യം പറഞ്ഞത്? സുഫിയാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റു എന്ന് നിങ്ങൾ വാദിക്കുന്ന സിഹ്ർ അതിമാരകമാണെങ്കിൽ മഅ്സൂമായ റസൂൽ എങ്ങനെ അതിമാരകമായ രൂപത്തിൽ സിഹ്ർ ബാധിച്ചു എന്ന് ഞാൻ ചോദിച്ചു. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി പല്ലികളെക്കുറിച്ച് ഫുവൈസിഖ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കൊല്ലാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതേ ആയിഷ ബീവി കൊല്ലാൻ മറ്റുള്ള ആളുകളോട് പറയുന്ന നബി ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് പറയുന്ന ഹദീസ് ഞാൻ പറഞ്ഞു. എങ്ങനെ ഇതിനെ ജമ്മ് ചെയ്യും? ഏതെങ്കിലും പണ്ഡിതന്മാർ ജമ്മ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 5 എണ്ണം ഞാൻ പിടിച്ചു എന്നാ. എന്താണ് ഈ പിടിക്കുക? മലയാളത്തിലെ അർത്ഥങ്ങളൊക്കെ പാടെ മാറുന്നില്ല. ഞാൻ ആകെ അങ്കലാപ്പിലാണിപ്പോൾ. എന്താണ് ഈ പിടിക്കൽ? എന്താണ് ഈ വ്യക്താക്കൽ? എന്താ വിശദീകരിക്കൽ? പിന്നെ ഇടയ്ക്കൊരു കവിതയൊക്കെ ചെല്ലുന്നത് നല്ല മാതിരത്തെ ജാഫായ ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു കവിതയൊക്കെ ചൊല്ലി, അത് ഞാൻ ആസ്വദിച്ചു. തോന്നുന്നു അപ്പോൾ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുളിർമയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഓക്കെ. ഈ പറഞ്ഞ വിഷയത്തിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി ഇങ്ങനെ പറഞ്ഞെങ്കിൽ, അല്ലെ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഖുർആനെതിരായി വന്നപ്പോൾ എന്ത് ചെയ്തു?
എന്തെങ്കിലും മുസ്ലിമിലുള്ള ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സലഫുകൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ കുസൂഫ് നിസ്കരിച്ചപ്പോൾ റക്കായത്തുകൾ ഓരോ റക്കായത്തിനും റുക്കു 3 or 4 ചെയ്തിട്ടുണ്ടോ, അമല് ചെയ്തിട്ടുണ്ടോ? കർമാനി പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇതൊക്കെ ഒന്നും പറയല്ലാതെ ഞാൻ ചെയ്തു ഞാൻ വ്യക്തമാക്കി, അയാൾക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാനൊക്കെ ചെയ്തു മറ്റേയാൾക്ക് മനസ്സിലായില്ല എന്നും പറയുന്നതിന് പകരം ഈ പറഞ്ഞ വിഷയത്തിൽ ആ കാമ്പിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. എന്നോട് പറയുന്ന കാര്യം ഞാൻ ആവർത്തിച്ച് ഒന്ന് ചില പദങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും പറയാലോ, മനുഷ്യന്മാർ കേൾക്കും. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്നറിയും. നമുക്കൊരു പക്ഷേ നാളെ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യേണ്ട ആളുകളായിരിക്കും. നാളെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ആളുകളായിരിക്കും. ഇവിടെ പുറത്ത് മുടിയും ബാക്കിയുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ജനങ്ങൾ നടക്കുമ്പോൾ ഇസ്ലാമിനെ അങ്ങേയറ്റം തകർക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കേണ്ടി വരും. നിന്നവരാണ്. അഥവാ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ഫലിച്ചു എന്ന് പറഞ്ഞ ഹദീസിനെ മാറ്റിവെച്ചവരും, സിഹിർ ഫലിച്ചു എന്ന് പറയുന്ന ആളുകൾ ഒന്നിച്ച് നിന്ന പ്ലാറ്റ്ഫോമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഈ ചില ഹദീസുകളൊക്കെ മൗഖൂഫാണ്, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിവെച്ചിട്ട് മാറ്റിവെച്ച പണ്ഡിതരും, അല്ല അതെല്ലാം സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതൻ ഒന്നിച്ചു നിന്ന പ്ലാറ്റ്ഫോമാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നിട്ടാണ് ഇവിടെ ഈ പറഞ്ഞ എത്രത്തോളം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രബോധനം എഴുതിയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങേയറ്റം എതിർക്കാൻ വേണ്ടി പ്രബോധനം ലേഖനം എഴുതിയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വേണ്ടി ചില മെറിറ്റുകൾ എണ്ണി. അതിൽ പോലും 8-10 മെറിറ്റ്സ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ. അത് വായിച്ച ഓരോരുത്തർക്കും നമ്മളിവിടെ ഉണ്ടാവേണ്ടുന്നതിൻ്റെ ആവശ്യകത, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയ മാറ്റം ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥയൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുമായിരുന്നു. അത് മാത്രം വായിച്ചാൽ മതി. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ വിഷയത്തിൽ ഒന്നിച്ച് പൊരുതിയ ആളുകളാണ് നമ്മൾ. അത് മറക്കാതെ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വന്ന് മുസ്ലിമിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും കുസൂഫ് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് നമ്മൾ മാറ്റി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് സ്വീകരിക്കണം എന്നുള്ള വിഷയത്തേക്ക് കടന്നിട്ട് കാമ്പിലേക്ക് വന്ന് സംസാരിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ സുഹൃത്തിനോട് വീണ്ടും വീണ്ടും പഴയത് ആവർത്തിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 കാര്യങ്ങൾ വ്യക്തമാക്കി. ഇനി അതല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി 1 മുതൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി 1 മുതൽ രണ്ടാമത് ഈ വിഷയത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ കൊണ്ടുവരാൻ ഞാൻ ഒരുക്കാണ്. 1 മുതൽ കൊണ്ടുവരാൻ ഞാൻ ഒരുക്കാണ്. ഇവിടെ വന്നത് വ്യക്തമായില്ല, പറഞ്ഞില്ല എന്നൊക്കെ നിങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞിട്ട് പോകരുത്. ഓരോ സ്റ്റെപ്പായി വിശദീകരിച്ചു വന്നു. ഓരോന്ന് സ്റ്റെപ്പായി വിശദീകരിച്ചു വന്നു. ഖലഖദ്ദക്കറ വൽ ഉൻസ, അത് നിങ്ങൾ പറഞ്ഞു ഖലഖദ്ദക്കറ വൽ അദ്ദക്കർ വൽ ഉൻസ എന്ന് മാത്രമേ ഉള്ളൂ. ബുഖാരി അത് ഉദ്ധരിച്ചു എന്ന് മറുപടി പറഞ്ഞു തന്നു. അതിൻ്റെ ബാബിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ബാബു മാ ഖലഖദ്ദക്കറ വൽ ഉൻസ എന്നാണ് എന്ന് പറയിപ്പിച്ചു. അത് എന്താണ് ബുഖാരി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു തന്നു. നിങ്ങൾ അതിനെ സംബന്ധിച്ച് പിന്നെ മിണ്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി മിണ്ടും. അതെന്താ, അത് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറയും. അതല്ല, അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി നിങ്ങൾക്ക് തന്നിട്ടില്ല. മുഅവ്വദത്തൈനിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ഞാൻ വായിച്ചത് ഇബ്നു ഹജറിൻ്റെ ഉദ്ധരണിയല്ല, ഇബ്നു കസീറിൻ്റെ ഉദ്ധരണിയാണ്. ഇബ്നു ഹജറിൻ്റെ ഉദ്ധരണി കൂടി കണ്ട ഇബ്നു കസീറിൻ്റെ ഉദ്ധരണി വായിച്ചാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൽ നിന്ന് വരികയും അത് ഉദ്ധരിക്കുകയും അതിന് പറയാവുന്ന അഹ്ലുൽ അജ്റഹി വത്തഅദീൽ അങ്ങനെ അർഹതയുള്ള ആളുകൾ പറയാവുന്ന വിശദീകരണം അതിന് പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ബുഖാരി കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കാവുന്നതാണ്. അത് ഇബ്നു ഹജർ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി നിങ്ങൾ പറഞ്ഞ നേരത്തെ ഞാനത് എടുത്താൽ നിങ്ങൾ പറയും മുഖദ്ദിമ വായിച്ച് ഇടങ്ങേറാക്കുക എന്ന് പറയും. ആ മുഖദ്ദിമയിൽ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. അഥവാ മുഖദ്ദിമയിൽ ഇബ്നു ഹജർ ദാറുഖുത്നിക്ക് മറുപടി പറയുമ്പോൾ ബുഖാരിയുടെ ഹദീസുകളെ വിമർശിക്കുന്നതിന് വ്യക്തമായ മറുപടി പറയുന്ന കൂട്ടത്തിൽ ഇബ്നു ഹജർ തന്നെ വ്യക്തമായി മറുപടി പറഞ്ഞു തന്നതാണ്. ഇനി ആ രൂപത്തിൽ വന്ന ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞു. മുഅവ്വദത്തൈനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് മനസ്സിലാക്കിയപ്പോൾ റജഅ ഇലൈഹ, അതിലേക്ക് അദ്ദേഹം മടങ്ങി തിരിച്ചു വന്നു. അദ്ദേഹം അത് സ്വീകരിച്ചു. അത് ഞാൻ ഇബ്നു കസീർ ഉദ്ധരിച്ച് പറഞ്ഞു തന്നു.
അഹ്ലുൽ ഇൽമിനെ വെച്ചാൽ മറുപടി കണ്ടെത്തുക. എൻ്റെ തോന്നിയാസമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. അഹ്ലുൽ ഇൽമ് വെച്ച് പറഞ്ഞു തന്നു. പിന്നെ സിഹറിന്റെ ഹദീസിൽ എന്തില്ല? അഭിപ്രായ വ്യത്യാസം ഒരിക്കലും അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ ഇല്ല. അഹ്ലുസുന്നത്ത് അത് സ്വീകരിക്കുന്നവരാണ്. അതിനെ എതിർത്തവർ മുഅ്തസിലിയാക്കളാണ്. അത് ഞാൻ എൻ്റെ വാക്ക് പറയല്ല. നേരത്തെ ഞാൻ ഖുർത്തുബി വായിച്ചു തന്നു, നിങ്ങൾക്ക് ഇബ്നു കസീർ വായിച്ചു തന്നു, അതുപോലെ തന്നെ മുഖദ്ദിമ വായിച്ചു തന്നു. ഇത് മുഴുവനും വായിച്ചു തന്നിട്ടാണ് വിശദീകരിച്ചത്. പിന്നെ പള്ളിയുടെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല കൊല്ലണമെന്ന് പറയുന്നത് എപ്പോഴാ അത് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോൾ. ലം അസ്മഅഹ, ഞാനത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് കേട്ടിട്ടില്ല എന്ന് പറയുന്നത് എപ്പോഴാ? ആ ഹദീസ് കേൾക്കുമ്പോഴാ പറയുന്നത്. നബിയിൽ നിന്ന് ഞാനത് കേട്ടിട്ടില്ല എപ്പോഴാ പറയുക? കേൾക്കുമ്പോഴാ പറഞ്ഞത് ഞാനത് കേട്ടിട്ടില്ല എന്ന്. പക്ഷെ കേട്ടപ്പോഴോ കേട്ടു, മനസ്സിലാക്കി, അത് ആയിഷ റളിയല്ലാഹു അൻഹ ഉൾക്കൊണ്ടു. അതിന് ഞാൻ മറുപടി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമല്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കേൾക്കാത്തതുണ്ട്, അൻസാറുകൾ അറിയാത്തതുണ്ട്. ഇത് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു തന്നതാണോ? അങ്ങനെയാണ് അഹ്ലുൽ ഇൽമ് അതിനെ വിശദീകരിച്ചത്. അതുപോലെ തന്നെ കാന യംഫുഹു അലാ ഇബ്രാഹിം, നിങ്ങൾ അതിനെ വിമർശിച്ചു. അഥവാ ആ തീയിൽ ഊതിയത് കൊണ്ടാണ് പല്ലിയെ കൊല്ലാൻ പറഞ്ഞത്. അങ്ങനെ ഹദീസിലില്ല. കാന യംഫുഹു അലാ ഇബ്രാഹിമിന്റെ മേലെ അത് ഊതുമായിരുന്നു എന്നാണ്. പല്ലിയുടെ പല കുറവുകൾ, ഫുവൈസിഖ് എന്ന് പറയുന്നത് പോലെ പല്ലിയുടെ പേരിൽ ഒരു ആരോപണം പറയും. അതാ ഞാൻ ഒരു പേപ്പട്ടിയുടെ കാര്യം ഉദാഹരണമായി പറഞ്ഞത്. ഇത് നിങ്ങൾ മനസ്സിലാകാത്തതാണോ? മനസ്സിലാകാത്തത് പോലെ പിന്നെ അഭിനയിക്കുകയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിശാച് കുത്തുന്ന ഹദീസിനെ റാസി വിമർശിച്ചു എന്നാണ് നിങ്ങളൊരു ആരോപണം പറഞ്ഞത്. റാസി വിമർശിച്ചതിന് ഇബ്നു ഹജർ മറുപടി പറഞ്ഞു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇനി കുസൂഫ് നിങ്ങൾക്ക് വേണോ? ഹദീസ് ഉദ്ധരിക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിന്ദു മൽഹാൻ വേണോ? ഹദീസ് ഉദ്ധരിക്കൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞങ്ങൾ കാണാത്തതാണെന്നാണോ? കാണാത്തതല്ല. നിങ്ങൾ ഈ ഷെഹ്സും അതിനപ്പുറത്തുമൊക്കെ ഈ സലാസുല്ലമി എഴുതി വെച്ച ഏടാ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ ചർച്ച ചെയ്തതുമാണ്, ഞങ്ങൾ ഇനിയും ചർച്ച ചെയ്യാവുന്നതുമാണ്. നിങ്ങളല്ല, നിങ്ങളെക്കാൾ വലിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് അതിൽ വിഷയമില്ല. ഓരോന്നോരോന്ന് വായിച്ചു വരൂ. നിങ്ങളിങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ പോരാ. നിങ്ങൾ നേരത്തെ മറ്റേ ആയത്ത് ഉദ്ധരിച്ചു, ഏത് അദ്ദക്റവൽ ഉൻസ എന്ന് പിന്നെ ഹദീസ് ഉദ്ധരിച്ച പറഞ്ഞു. ഇതുപോലെ ആ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കാതെ അദ്ദക്റവൽ ഉൻസ എന്ന് പറഞ്ഞ് പോവുക ചെയ്തത്. അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. അങ്ങനല്ല. ഓരോ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്ക്, അതിൻ്റെ മറുപടി ഇവിടുന്ന് 1 by 1 ആയി വായിച്ചു തരും. ഓരോ ഹദീസ് നിങ്ങളിങ്ങനെ ടോട്ടലി. അതാ നിങ്ങളോട് ആദ്യം തന്നെ ഒരു ചോദ്യം നേരത്തെ ചോദിച്ചത്, ബുഖാരിൽ എത്ര പിന്നെ മൗദൂ ഉണ്ട് എന്ന് ചോദിക്കാൻ കാര്യം വെറുതെ ചോദിച്ചല്ല. നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല. ദുർബലം എത്ര ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പോൾ ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് ഉദ്ധരിക്കും. തുടങ്ങാം. ദുർബലം എത്ര ഉണ്ട് എന്ന് ചോദിച്ചു. ഒന്ന് ഞാൻ പറഞ്ഞു, എണ്ണല്ല പറയേണ്ടത്, ഒന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇപ്പോഴും നീറ്റ് നിന്നിട്ട് മുബഹം എന്നുള്ള ഇബ്നു ഹജർ അൽ അസ്ഖലാനി സനദിനെ കുറിച്ച് പറഞ്ഞു, ഹദീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമ എന്ന് വിട്ടിട്ടാണ് ഓതുന്നത് കേട്ടത് എന്നൊരു സ്വഹാബി പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിട്ട് ഓതിയിട്ടുണ്ടോ? ഓതി എന്ന് പറയുന്നുണ്ടോ? ഇതൊക്കെയായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ പറയാത്ത വിഷയത്തേക്ക് ചാടിയിട്ട് നിങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കാത്ത ഏരിയയിൽ കയറിയിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല എത്ര സമയമായത്. നമ്മൾ ചോദിച്ച വിഷയമാണ് പറയുന്നതെങ്കിൽ ഇതിന് ഇത്ര ടൈമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ കുറേ പറഞ്ഞു, ചോദിച്ചതിന് പറഞ്ഞോന്നില്ല. ബാബ് ഷഖ്സ് എന്നുള്ള ബാബു വിളിക്കുമ്പോൾ ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല നിങ്ങൾ മനസ്സിലാവാനാണേ, ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഷഖ്സു അയ്യറ മിനല്ലാ എന്ന് പറയുമ്പോൾ ആ ബാബ് തെളിവ് പിടിച്ചതാണോ? ഇബ്നു ബത്വാൽ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? ഖത്താബി പറഞ്ഞതിന് എന്ത് പറയാണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഒക്കെ വായിച്ചിട്ടാണ് ചോദിച്ചത്. ഒക്കെ വായിച്ചു എന്നിട്ട് ചോദിച്ചു. നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി ഏതാ വായിക്കണ്ടേ? അല്ല, വായിച്ചിട്ടുണ്ട്. ആദ്യമേ വായിച്ചു കൊടുത്തല്ലേ, 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്നിട്ടേ ഇന്ന വഹ്മ് വന്നത് പറഞ്ഞു. ഫഖാലു ഇന്നൽ വഹ്മ ജാഅ മിൻ ഇബ്നു അബ്ബാസ്. മൈമുന ബീവിയുടെ കല്യാണത്തിൻ്റെ വിഷയത്തിൽ മുഹരിമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ അത് വായിച്ചു. വഖാലു ഇന്നൽ വഹ്മ ജാഅ മിൻ ഇബ്നു അബ്ബാസ്.
ഈ വഹ്മ് ഇബ്നു അബ്ബാസ് ഉണ്ടായതാണെന്ന് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. എന്താണ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറയും? ഹുമൈദി പറഞ്ഞ, ഷാബി പറഞ്ഞ പല ഉദ്ധരണിയിലും മുഅവ്വദത്തിന് ഇറക്കി കൊടുത്ത വിഷയമല്ല, ഒന്നിൽ മാത്രം എങ്ങനെ വന്നു? ഹിഷാം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ എല്ലാ റാവിമാരും ഒരേപോലെയല്ലേ കേൾക്കുക? ഒരേ റാവി ഒരേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മത്തിനിൽ എങ്ങനെ വ്യത്യാസം വരുന്നത് എന്ന് ചോദിച്ചു. ഇനി അത് വേണ്ട, നമ്മൾ പറയുന്ന ജസ്വാസ് ഈ വിഷയം പറഞ്ഞു, സിയാദത്തിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു. ജസ്സാസിന് എറിയാം. ഞാൻ ചോദിച്ചു ജസ്സാസിനെ നിങ്ങൾ എറിഞ്ഞോ? പക്ഷെ ജസ്സാസ് പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും മറുപടി പറയണ്ടേ? അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞിട്ട് നിങ്ങൾ പറയൂ, സിയാദത്തില്ല, അസിയാദത്തല്ല, അല്ലെങ്കിൽ അതിങ്ങനെ ജമ്മ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയൂ. ഇതൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വിഷയത്തിലല്ല. പറ്റുമെങ്കിൽ വിഷയത്തിൽ വന്നിട്ട് ആ മുബ്ഹം എന്നുള്ളതിന് എന്തെങ്കിലും പറയും. ഇന്നൽ വഹ്മ ജാമിൻ ഇബ്നു അബ്ബാസ് എന്തെങ്കിലും പറയും. ഷഖ്സ് എന്നുള്ള എങ്ങനെ നമുക്ക് അല്ല ഇബ്നു ബത്താലാണ് ആ പദപ്രയോഗം, ആ തർക്കീബ് തന്നെ തെറ്റാണ്, മുൻകറാണെന്നാണ്. സുയൂത്തി പറയുമ്പോഴാണ് പറയുന്നത് എന്ത്? ഒരീബ് ജിദ്ദ റഹബിയുടെ ഹദീസിൽ. ഇതിനൊക്കെ എന്തെങ്കിലും പറയൂ. അസ്സലാമു അലൈക്കും. ക്ലിയർ ആക്കി തരാം, ഒരു വിഷയം കൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം. ഇത്രയും ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് നിങ്ങൾ മുഹരിമ് ആണ് ഇനി അടുത്ത വിഷയം. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ വീണ്ടും പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. മുഹരിമിൻ്റെ ആ അഭിപ്രായത്തിൽ എന്താ? വഹ്മുബിന് അബ്ബാസ്, അത് ശരിയാണ്, ഇബ്നു അബ്ബാസിൻ്റെ വഹുമാണ്. മനസ്സിലായില്ലേ? അതായത് ഞാൻ ഇനി പറഞ്ഞു തരാം, ഇനി കേട്ടോ. അതിലെന്താ തെറ്റ് നിങ്ങൾ പറയണം. അങ്ങനെ പറയുമ്പോഴുള്ള തെറ്റെന്താ? വഹ്മ് ഇബ്നു അബ്ബാസിൻ്റെ വഹുമാണത്. ഏത്? ഈ മുഹരിമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹാലോചന നടത്തിയത് അല്ലെങ്കിൽ വിവാഹം കഴിച്ചത് എന്ന് പറയുന്നത് അതെന്താണ്? മുഹരിമാണ്. അത് വഹ്മ് ഇബ്നു അബ്ബാസാണ്. അതെന്താ തെറ്റ്? ഇനി നിങ്ങൾ നോക്കൂ, ഇത് കേട്ടോളൂ. അതിൽ തെറ്റെന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ അഭിപ്രായം വന്നൂടെ? വരൂലേ? ഹദീസിൽ വരൂലേ? ഒരു സഹാബി, ആ സഹാബിയുടെ അഭിപ്രായമായി വരില്ലേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സലാസുല്ലമി വിമർശന വിധേയമായ ഹദീസുകൾ ബുഖാരിലും മുസ്ലിമിലും ഉദ്ധരിച്ചപ്പോൾ ഒന്നാമത് കൊണ്ടുവന്ന ഹദീസ് എന്താ അറിയോ? ഇതുപോലെ തന്നെ ഒരു ഹദീസാണ്. അന്ന് വെച്ചാൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുകയും ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ വിരമിക്കുകയും ചെയ്താൽ അവന് കുളിക്കേണ്ടതുണ്ടോ എന്ന് സയ്യിദ് ബിൻ ഖാലിദ് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമസ്കാരത്തിന് വുളു എടുക്കുന്ന പോലെ വുളു എടുക്കുകയും ജനേന്ദ്രിയം കഴുകുകയും ചെയ്താൽ മാത്രം മതി. ഞാനത് നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു, ഉബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ കുളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അബൂ അയ്യൂബും ഇത് നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ബുഖാരി ഹദീസ് നമ്പർ 292, മുസ്ലിം 346. ഇതിന്റെ പരമ്പരയിലുള്ള സയ്യിദ് ബിൻ ഖാലിദിന്റെ ഈ ഹദീസ് രോഗം ബാധിച്ചാണ്. അതിന് കാരണം ഈ 5 സഹാബിമാരിൽ നിന്നും ഈ ഹദീസ് പറയുന്നതിന് വിപരീതമായി മദ്വിധി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇബ്നു ശൈബ അലിയുബ്നു മദീനയിൽ നിന്ന് ഈ ഹദീസ് ഷാദാണെന്ന് ഉദ്ധരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഉദ്ധരിച്ചതുപോലെ തന്നെയാണ് ഈ സലാം സുല്ലമി ഉദ്ധരിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഉദ്ധരിച്ചില്ലേ? അതുപോലെ തന്നെയാണ് സംഗതി. ഈ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. കാരണം ഈ നിയമം മൻസൂഹാണ്, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ സഹാബികളിൽ നിന്ന് ഈ രൂപത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതുപോലെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ധാരണയിൽ അദ്ദേഹം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഉണ്ട് എന്നത് സ്വഹീഹാണ്. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് സ്വഹീഹാണ്. ഇനി സ്വഹീഹ് അല്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെ റിപ്പോർട്ട് ഇബ്നു അബ്ബാസിന് അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു എന്നതിനാണ് ആ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹദീസ് ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ശറഹുണ്ട് ഇബ്നു ഹജർ പറയുന്നത്. അതെന്താണ്? അത് ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിലാണ്. പിന്നീട് അതിനെതിരെ വിധി വന്നു. അതായത് ഇദാ മസ്സൽ ഖിതാനു അൽ ഖിതാന എന്ന വജബൽ ഗുസ്ലു എന്ന് പറയുന്ന ഹദീസ് വന്നപ്പോൾ അത് മൻസൂഖായി. ഈ രണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഒരു വിഷയം കൂടി ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ എന്താ തെറ്റ്? അത് നിങ്ങൾ പറയും. നിങ്ങൾ വഹ്മ് ആ വഹ്മ് ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞത് അത് സ്ഥിരപ്പെട്ടു വന്നതാണ്. അങ്ങനെ ഒരു വഹ്മ് ഇബ്നു അബ്ബാസിന് ഉണ്ട് എന്നത് സ്ഥിരപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു വാദമുണ്ട്, അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്നത് വന്നതുപോലെ അതിന് ഇസ്ലാമിക ലോകം മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തന്നു. ഇത്
ഇതിനകത്ത് വഹ്മ് അങ്ങനെ ഒരു അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അങ്ങനെ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലേ? നിങ്ങൾ പറയും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറയും. അഭിപ്രായ വ്യത്യാസം ഇല്ല, അവരെല്ലാം ഏകോപിത അഭിപ്രായമായിരുന്നു എല്ലാ വിഷയത്തിലും എന്ന് പറയൂ. ഇല്ല, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ധാരണ പിശകുള്ളതുണ്ട്. ധാരണ പിശകില്ലാത്ത ആളുകൾ വ്യക്തമാക്കി കൊടുക്കാറുമുണ്ട്. ഇവിടെ വഹ്മ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് പറഞ്ഞത് അത് സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് ഈ ബുഖാരിയിലെ ഹദീസിന് എന്താ കേട് അത് നിങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോ ഒരു വിഷയം കൂടി, ഖലഖദക്റവൽ ഉൻസ മുഅവ്വിദതൈനി സിഹ്ർ പല്ലി കാന യൻഫു അലാ ഇബ്രാഹിം. അതുപോലെ തന്നെ ഇപ്പോഴെന്താണ് മുഹരിമിന്റെ വിഷയം, അതുപോലെ തന്നെ പിശാചിന്റെ കുത്ത്, ഇത്രയും വിഷയങ്ങൾ ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രാവശ്യം നിങ്ങൾ വ്യക്തമാക്കേണ്ടത് അതാണ്. ഈ ഇബ്നു അബ്ബാസിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് ബുഖാരി ഉദ്ധരിച്ചാൽ ആ ബുഖാരി ഉദ്ധരിച്ചത് എങ്ങനെയാണ് തള്ളുക? ഇനി അതിനെതിരെ മുസ്ലിം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായ വ്യത്യാസമാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്നല്ലാതെ ആ അഭിപ്രായം അത് ശരിയല്ല എന്ന് വരും എന്നല്ലാതെ മറ്റഭിപ്രായം ഉണ്ട് എന്ന് വരും എന്നല്ലാതെ ഈ വന്ന റിപ്പോർട്ട് അഥവാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടല്ലോ, സുബൈർ റളിയല്ലാഹു അൻഹു അഭിപ്രായം ഉണ്ടാകും, അത് വരാറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം അത് വരാറുണ്ട്, ഈ ഒരു അഭിപ്രായം വന്നിരുന്നു. അതുകൊണ്ടാണ് ഓരോ ഹദീസിനെ പറ്റി പറയുമ്പോഴും ഇന്ന സ്വഹാബിക്കിന്റെ അഭിപ്രായം, ഇന്ന സഹാബിക്കിന്റെ അഭിപ്രായം, ഇന്ന സഹാബിക്കിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആ രൂപത്തിൽ വന്നതാണ്. അത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഇനി അങ്ങനൊരു ധാരണയുണ്ട് ഇബ്നു അബ്ബാസ്, അതിലെന്റെ തെറ്റെന്താണ്? അങ്ങനെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് വന്നത് എങ്ങനെ തെറ്റായി? അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഒരു വിഷയമെങ്കിലും നിങ്ങൾ പറഞ്ഞതാണ്, അത് ഇബ്നു അബ്ബാസിൻ്റെ വഹ്മാണ് എന്ന് സമ്മതിച്ചു. ഇപ്പം ഞാൻ നിർത്തരുത് ഒരു വിഷയം അങ്ങനെ അതല്ല, വഹ്മാണ് എന്ന് പറഞ്ഞു എങ്കിൽ ഈ വഹ്മിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഹദീസ് ബുഖാരി എന്തിനു ഉദ്ധരിച്ചു നമ്മൾ ചോദിക്കുന്നില്ല. ബുഖാരി ഇബ്നു അബ്ബാസിൻ്റെ വഹ്മോട് കൂടിയിട്ട് വന്ന ഈ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമുനെ വിവാഹം കഴിക്കുമ്പോൾ മുഹരിമായിരുന്നു എന്ന ഹദീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വിശ്വസിക്കുന്നില്ല. അത് ബുഖാരി ഉദ്ധരിച്ച ഇബ്നു അബ്ബാസിൻ്റെ വഹ്മായിട്ട് വന്നൊരു ഹദീസായിട്ട് അവിടെ നിർത്തുന്നു. മൈമുന ബീവി പറയുന്നത് എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് കാന ഹലാലൻ, ആ ഹദീസ് സ്വീകരിക്കുകയും ചെയ്യുന്നു. മറ്റേ നമ്മളവിടെ മൗഖൂഫാക്കുന്നു, അവിടെ നിൽക്കട്ടെ. അത് വഹ്മിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ ഹദീസിന് ശരിയാവുമോ എന്നാ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അതാണ് ചോദ്യം. എങ്കിൽ ഹദീസ് ശരിയാവും. വഹ്മിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് അവിടെ കിടക്കട്ടെ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചിരുന്ന ചോദ്യം. ഒരേ സനദിൽ വന്ന മത്തിനുകളിൽ ഒന്നിന് മുൻഗണന നൽകാൻ പറ്റുന്ന രൂപത്തിൽ, ഒന്നിനേക്കാൾ ഒന്നിന് മുൻഗണന നൽകാൻ പറ്റാത്ത വിധത്തിൽ സിയാദത്ത് വരുന്ന ഹദീസുകൾ അതെന്ത് ചെയ്യണം? അതായിരുന്നു ചോദ്യം. പിന്നീടുണ്ടായിരുന്ന ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും വമാ ഖലഖ ദക്കറ വൽ ഉൻസ എന്നുള്ളതിന് വമാ ഖലഖ എന്നുള്ള വിട്ട് ഓതിയിട്ടുണ്ടോ? ഖുർആൻ അങ്ങനെ ഓതും. നബി ഓതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓതാലോ, അല്ലെങ്കിൽ ആ പദം പിന്നീട് ഇറക്കി കൊടുത്താണെന്ന് പറയാലോ. ഇങ്ങനെ ഒന്നും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതിയെന്ന് പറയാതെ വന്നത് എന്തുകൊണ്ട്? ഷഖ്സ് എന്ന് പറയുമ്പോൾ ഇബ്നു ബത്വാൽ പറഞ്ഞ തർക്കീബിലുള്ള പ്രശ്നം നിങ്ങൾ ടച്ച് ചെയ്യാത്ത എന്തുകൊണ്ട്? അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് വിഷയത്തിലേക്ക് വരും. ഇപ്പോൾ വഹ്മിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആ ഹദീസ് നമ്മളവിടെ മാറ്റി വെക്കുന്നു, അത് സ്വീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം മൈമുനെ വിവാഹം നിക്കാഹ് കഴിച്ച്, അത് മൈമുന ബീവി പറഞ്ഞതുപോലെ മുസ്ലിം ഉദ്ധരിച്ചതുപോലെ ഹലാലായ സമയത്താണ്, ബുഖാരിയിൽ ഈ കണ്ട ഹദീസ് പോലെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതൊരു വഹ്മാണെന്ന് പറഞ്ഞാൽ മാറ്റി അവിടെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഹദീസിന് ശരിയാവോ? പറയും. അസ്സലാമു അലൈക്കും. നിങ്ങൾ തീരുമാനിച്ചല്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇനി അങ്ങനെ പറയും. അതാണ്. അല്ല, നിങ്ങൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ പറയുന്ന സമയം അതനുസരിച്ച് ഇത് ഞാൻ പറയട്ടെ. ഇത് പറഞ്ഞത് ഇപ്പോ അല്ല ഇതിപ്പോ ഞാൻ പറയണല്ലോ. എന്താന്ന് വെച്ചാല് ഇപ്പോൾ ഒരു കാര്യം മൂപ്പർക്ക് മനസ്സിലായി, അല്ലെ പറഞ്ഞില്ല, ഞാൻ ചുരുക്കാൻ പറയണം. വിഷയം വന്ന അങ്ങനെ പറയും. അതെന്ന് വെച്ചാൽ ഒരു കാര്യം ഇപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി എന്നാ. അപ്പോൾ ഇതിനെ മാറ്റിവെച്ചാൽ എന്താണെന്നാ, ഇതിനെന്തിനാ മാറ്റിവെക്കണത്? ഇതൊരു വഹ്മാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസിന് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് മാറ്റിവെക്കണതിനാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു.
അതേസമയം മൈമൂന റളിയല്ലാഹു ഞാൻ തഹലീലായപ്പോഴാണ് നബി തഹലീലായിട്ടാണ് വിവാഹം കഴിച്ചത്. ആ ഒരു വിഷയമുണ്ട് എന്നല്ലാതെ അതിൽ എന്തിനത് മാറ്റിവെക്കണം എന്ന് പറയുന്നത്? ഇവിടെയാണ് നിങ്ങളും അഹ്ലുൽ ഹദീസും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളൊരു സംഗതിയെ നിഷേധിക്കാനാണ് ഹദീസിനെ നിരൂപണം ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, അതിനെ ഞാൻ നേരത്തെ പറഞ്ഞത്, മിഅ്റാജ് എന്നൊരു സംഭവം ഇല്ല എന്ന് പറയാനാണ് സലാം സുല്ലമി ബുഖാരിയിലെ ഹദീസിനെ കൊണ്ടുവന്നത്. സിറാത്ത് എന്ന പാലം ഇല്ല എന്ന് പറയാനാണ് പിന്നെ ഹദീസിനെ നിരൂപണം ചെയ്തത് സലാം സുല്ലമി. അഹ്ലുൽ ജർഹി വത്തഅദീൽ അതിനല്ല ചർച്ച ചെയ്യണത്. അഹ്ലുൽ ഹദീസ് ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ ഹദീസിൻ്റെ നിദാനശാസ്ത്രം അനുസരിച്ച് ആ ഹദീസിൻ്റെ പോരായ്മകളും അതിൻ്റെ നിലപാടുകളും അത് വ്യക്തമായി പറയും. മനസ്സിലായില്ലേ? അത് ആ സംഗതി നിഷേധിക്കാനല്ല. ബുഖാരി അത് കൊണ്ടുവന്നത് ഇബ്നു അബ്ബാസിന് അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു എന്ന വിവരം കൊണ്ടുവരാനാണ്. ആ വിവരം കിട്ടി, ആ വിവരം അതിലുണ്ട്. അതേസമയം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വഹാബികൾ ഏകാഭിപ്രായക്കാരല്ല. അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഇസ്ലാമിക ലോകം ചർച്ച ചെയ്യാറുണ്ട്. ഒരു മസ്അല എടുത്ത് പരിശോധിക്കുമ്പോൾ ആ മസ്അലയിൽ വളരെ വ്യക്തമായി പറയാറുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇങ്ങനെ അഭിപ്രായം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അങ്ങനെ അഭിപ്രായം. അങ്ങനെ അഭിപ്രായം പറയാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ച ആ റിപ്പോർട്ടുകൾ വന്നതുകൊണ്ടാണ്. അതൊരിക്കലും ഒരു കുറവല്ല. അതിൽ പ്രവാചക ചര്യയോട് ഏറ്റവും യോജിച്ചത്, അല്ലെങ്കിൽ ഖുർആനിക ആയത്തോട് യോജിച്ചത്, ആയത്തോട് യോജിച്ചത്, അല്ലെങ്കിൽ ജുംഹൂർ, അത് അവർ വ്യക്തമാക്കി കൊടുക്കുകയും അത് മറ്റുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. ഏതെങ്കിലും ഒരു സഹാബിക്ക് ഒറ്റപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം മസ്അലയായി ആരും സ്വീകരിക്കാറില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഏതായിരുന്നാലും ഇത്രയും പറഞ്ഞതിൽ ഒന്ന് അത് മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്ന് സമ്മതിച്ചതിന് നന്ദി, നല്ല മനസ്സിന് നന്ദി. കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പോഴും മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ ധാരണയാണ്, അത് മാറ്റിവെക്കേണ്ടതില്ല. അങ്ങനെ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നതാണ്. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് പറയില്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ എതിരഭിപ്രായം പറഞ്ഞു. ഇസ്ലാമിക ലോകത്തിൽ അങ്ങനെ മറകളില്ല. വളരെ വ്യക്തമായ തെളിവുകൾ, പ്രബലമായ തെളിവുകൾ, ഓരോരുത്തർ അഭിപ്രായങ്ങൾ, അത് വളരെ വ്യക്തമായി വന്നു. നേരത്തെ മുഅവ്വിദത്തൈനിയുടെ കാര്യത്തിൽ വന്നില്ലേ, അതുപോലെ വരും. അങ്ങനെ വരുമ്പോൾ ആ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ട് ഇമാം ബുഖാരി പോലുള്ളവർ ഉദ്ധരിക്കുകയും ചെയ്താൽ അത് മുസ്ലിം ലോകം മനസ്സിലാക്കുകയും അതിന് എന്തായിരുന്നു അതിൻ്റെ വിശകലനമെന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ വളരെ വ്യക്തമാണ് സംഗതികൾ. ഇനി ഈ ചർച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഹദീസുകളെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. നമ്മുടെ നിലപാട് നേരത്തെ പറഞ്ഞില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്, നമ്മുടെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ ഹദീസിനെ സ്വീകരിക്കലാണ്. ഒരു ഹദീസായി കൊണ്ടു നടക്കലാണ്. ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയലാണ്. അത് നമ്മുടെ യോഗ്യത, അതായിരുന്നു നമ്മുടെ പ്രതാപം. ആ പ്രതാപത്തിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചില ആളുകൾക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെയാണ് മടവൂരിസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹായ ഒരു ഹദീസ് വന്നാൽ, ഇപ്പോൾ നേരത്തെ CN അഹമ്മദ് മൗലവി ഈ ബുഖാരിയിലെ തന്നെ 10ഓളം വരുന്ന ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ട്. അതിന് മറുപടി എഴുതി ആര്? അൽമനാർ എഴുതി. നിങ്ങൾ പറഞ്ഞതുപോലെ പല കിതാബുകളും പല ഗ്രന്ഥങ്ങളും വെച്ച് ബുഖാരിയിലെ ഹദീസുകളെ തന്നെ വിമർശിക്കുകയാണ് CN അഹമ്മദ് മൗലവി ചെയ്തത്. പക്ഷെ അന്ന് ഷെയ്ഖ് മുഹമ്മദ് മൗലവി വളരെ വ്യക്തമായി എത്രയോ ഖണ്ഡശയായി പിന്നെ അൽമനാർ ലേഖനം എഴുതിയാണ് മറുപടിയായി. കാരണം ഹദീസ് നിഷേധിക്കുന്ന പ്രവണതയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ബുഖാരിയെ സംബന്ധിച്ച് CN അഹമ്മദ് മൗലവി വിമർശനം എഴുതി. ഏതാണ്ട് 10-11 ഹദീസുകളാണ് നിങ്ങളെപ്പോലെ CN അഹമ്മദ് മൗലവി ബുഖാരിയെ വിമർശിച്ചിട്ട് എഴുതിയത്. അതിന് ഷെയ്ഖ് മുഹമ്മദ് മൗലവി വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാത്തത് അത് ദീനിലുള്ളതല്ല എന്ന് മനസ്സിലാക്കാതിരിക്കുക. കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. വളരെ കൂളായ ചോദ്യമായിരുന്നു. ബുഖാരിയിലെ ഇബ്നു അബ്ബാസിൻ്റെ വഹമിൻ്റെ അടിസ്ഥാനത്തിലൊരു ഹദീസ് വന്നു. അപ്പോൾ ബുഖാരി ഹദീസ് കൊടുത്തത് ഇബ്നു അബ്ബാസിന് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിച്ചിട്ടാണ് ആദ്യം നിങ്ങളോട് ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും ഒമാ ഖലക്ക വിട്ട് ഓതിയിട്ടുണ്ടോ എന്ത് പറയാനാണ് ബുഖാരി അത് കൊടുത്തത്? അതും കൂടെ പറയണ്ടേ? അവിടെ വരുമ്പോൾ എന്തോ ഒന്നും മിണ്ടാതങ്ങ് പോകുന്നു, സ്കിപ്പ് ചെയ്ത് പോകുന്നെന്താ? ഇത് വഹമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ നിർത്തുന്നു. ഓക്കെ, മറ്റേ ഹദീസോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതി ഞാൻ കേട്ടു എന്ന് പറയുന്ന ഹദീസ് ഓതിയിട്ടുണ്ടാവുക, കേട്ടിട്ടുണ്ടാവുക എന്ന് വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. പിന്നെ ഹദീസിനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് മടവൂരിസം ഉണ്ടായതെന്നൊക്കെ പറയുമ്പോൾ, ഹദീസൊന്നും മടവൂരിസം ഉണ്ടാകുമ്പോഴൊന്നും അങ്ങനെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല.
ഹദീസൊന്നും അന്ന് പറഞ്ഞു കേട്ടിട്ടില്ല, ഹദീസിൻ്റെ പ്രശ്നങ്ങളൊന്നും. പക്ഷേ ഹദീസ് സ്വീകരിച്ചത് കൊണ്ട്, പല ഹദീസുകളും സ്വീകരിച്ചത് കൊണ്ട് നിങ്ങളൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് പലതും ഇടക്കാലത്ത് മാറ്റിയ ഹംദുലില്ല, ഞാൻ ആവർത്തിക്കുന്നില്ല, എടുത്ത് പറയുന്നില്ല, തിരുത്തി നിർത്തി എന്നൊക്കെ പറയുന്ന പലതും പറയേണ്ടി വന്നത്. കേരളക്കരയിൽ മുജാഹിദുകളുടെ നാവുകൾ കൊണ്ട് പറഞ്ഞത്, കേരളക്കരയിൽ മുജാഹിദുകളായിരുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ആളുകൾ ചികിത്സ തുടങ്ങിയത്, അവരടിക്കാനും ഇറക്കാനും കൊല്ലാനും തുടങ്ങിയത് ഒക്കെ ഹദീസ് സ്വീകരിച്ച് പോയതാണ്ടാണ്. അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ പറയുന്നു വഹ്മിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച ബുഖാരിയുടെ ഹദീസ്, അതവിടെ നിൽക്കട്ടെ. ബുഖാരി എന്തിനാണ് ഉദ്ധരിച്ചത്? ഇബ്നു അബ്ബാസിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നൊന്ന് പറയാനാണ്. ആയിക്കോട്ടെ, അവിടെ നിർത്തിക്കൂടെ? നിർത്താം. അതിനെ നിർത്തുന്ന മൗഖൂഫ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചത്. അത് ചരിത്രപരമായിട്ട് തെറ്റാണ്. ഇബ്നു അബ്ബാസിൻ്റെ വഹ്മിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്, സത്യം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അദ്ദേഹത്തിന് ഇറങ്ങിയ ഖുർആനിൽ നിന്ന് വമാ ഖലക എന്നുള്ള പദം ഒഴിവാക്കി ഓതിയിട്ടുണ്ടാകും, സാധ്യതല്ല. ഇനി ആരെങ്കിലും ആദ്യം ഇറങ്ങുമ്പോൾ വദക്കറ വൽ ഉൻസ എന്നുള്ളായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഒഴിവാക്കി ഓതാൻ സാധ്യതയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്വഹാബി കേൾക്കാനും സാധ്യതയില്ല. കേട്ട് വന്നു എന്ന് ബുഖാരിയിൽ വന്നെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്? ബുഖാരി ഒരു ബാബിന് പേര് കൊടുക്കുമ്പോൾ ഒരു പദം ഉപയോഗിച്ചത് തർക്കീബ് തെറ്റാണ്, നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാനും നിങ്ങളും അംഗീകരിക്കുന്ന സലഫുകൾ ബുഖാരിക്ക് ശറഅ് എഴുതിയ ശാരിഹ്യങ്ങൾ പറയുമ്പോൾ അതിൽ തെറ്റുണ്ടോ ഇല്ലേ, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ വളരെ നല്ല നിലയിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ നീട്ടി നിന്നത് സമാധാനപരമായിരുന്നു. ഒരു ഉത്തരത്തിലേക്കാണ് വന്നത്, നന്നായിട്ട്. അതേപോലെ സമയം പോയിക്കോട്ടെ, നിങ്ങൾ അതിനനുസരിച്ച് വിഷയങ്ങൾ ഇങ്ങനെ പറയും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല പ്രാർത്ഥനയോടുകൂടി നിർത്തുകയൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചും നമുക്കെല്ലാം പടച്ച ഹക്കായി കാണിച്ചു തരട്ടെ, ഹക്കിനെ ഹക്കായി കാണിച്ചു തരട്ടെ. മൗഖൂഫാക്കേണ്ട മൗഖൂഫാക്കാനും, ചരിത്രപരമായിട്ട് സാധനം തെറ്റാണെങ്കിൽ അത് തെറ്റന്നെയാണ്. ഇബ്നു അബ്ബാസിൻ്റെ വഹ്മിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്ധരിച്ച ഹദീസാണ്, ചരിത്രപരമായിട്ട് തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിന് നമ്മൾ എന്ത് പിടിക്കേണ്ട ആവശ്യമില്ല, ആ വിഷയത്തിൽ നമ്മൾ മസ്ല് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ഇതേപോലെ പരസ്പരം ഉൾക്കൊണ്ട് തന്നെ സംവദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അതായത് പിന്നെ സുഹൃത്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കൂടിപ്പോകില്ല, കുറഞ്ഞു പോകില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾ പറഞ്ഞെങ്കിൽ അത് തിരുത്തേണ്ടി വരും, അതിൽ സംശയമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഹദീസ് സ്വീകരിച്ചുകൊണ്ട് ഒരാൾ കൂട്ടി പറയൂല, കുറച്ച് പറയൂല, അതുള്ളതേ പറയുള്ളൂ. പിന്നെ ഇറക്കാൻ പോയത് നമ്മുടെ കൈപ്പോങ്കരത്തൊക്കെ പോയി ചോദിച്ചാൽ മതി, ഹോമം നടത്തിയതൊക്കെ ആരാന്നുള്ളത്. അതുപോലെ തൃശ്ശൂർ ബാർ തുറന്നത് ആരാണ്, അതിന് പിന്നെ NOC നോട്ടീസ് കൊടുത്ത ആരാണ് എന്നൊക്കെ പോയി ചോദിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ വേറെ വിഷയമാണ്. അപ്പം ഞാൻ അതിലൊന്നും കടക്കല്ല. അപ്പോൾ ആ ജാതിക്കൊന്നും നിൽക്കണ്ട, അത് നമുക്ക് വേറെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. നിങ്ങളെന്താ ചിരിക്കണേ? എന്താ അല്ല, ഇതിനിടയ്ക്ക് നിങ്ങൾ ഇടയ്ക്ക് കയറിയതുകൊണ്ട്, ഈ ഇറക്കലും കയറ്റിലൊക്കെ കയറുന്നതുകൊണ്ടാണ്. അതാ ഈ കൈപ്പങ്കരത്തുനിന്ന് പോയി ചോദിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ NOC ബാർ NOC അത് വേറെ വിഷയമാണ്, അത് വേറെ വിഷയമാണ്. ഞാൻ അങ്ങോട്ട് വീഴില്ല. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പെറുക്കാൻ നിന്ന ഒരുപാടുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ പിന്നെ ഇതിനകത്ത് നിന്നിട്ട് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യണം എന്ന നിലക്കാണ് അങ്ങനെ സഹോദരങ്ങൾ ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇദ്ദേഹം അവസാനം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മാന്യ സഹോദരങ്ങളെ, ഇദ്ദേഹം അവസാനം പറഞ്ഞത് അത് ഒരു ഹദീസ്, ആ ഹദീസ് ഇന്നതാണെന്ന് കണ്ടിട്ട് അതങ്ങനെ നിർത്തിക്കളയേണ്ട ഹദീസ് ബുഖാരിയിലില്ല. 1. 2 മുസന്നദായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 2 എന്ന് വെച്ചാൽ ഹദീസുകളെ നിരൂപണം ചെയ്യുമ്പോൾ സനദോടുകൂടി വന്ന റിപ്പോർട്ടുകളെയാണ് നമ്മൾ അസഹുൽ കുത്തുബി ബാദ കിതാബില്ല എന്ന നിലയിൽ സ്വീകരിക്കുന്നത്. ഞാൻ സമാധാനത്തെ പറഞ്ഞാലാണ് എൻ്റെ സഹോദരൻ മനസ്സിലാകുമെങ്കിൽ ഞാൻ സമാധാനത്തെ പറഞ്ഞുതരാം. ഇനി തഅലീഖാത്തുകൾ എന്നൂടെ സംഭവമുണ്ട് ബുഖാരിയിൽ. തഅലീഖാത്തുകൾ അത് സ്വീകാര്യമല്ല, അത് മറ്റ് ഹദീസുകൾ സനദുള്ള ഹദീസുകൾ പോലെ സ്വീകരിക്കുന്നതല്ല. തഅലീഖാത്തുകൾ എഴുതി വെച്ചു, അത് ഈ പുതിയ വാദമൊന്നുമല്ല. അതായത് അതാണ് ഞാൻ ആദ്യം തന്നെ ഉദ്ധരണികൾ വായിക്കുമ്പോൾ
മുസന്നദായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ സംബന്ധിച്ചാണ് ഇവിടെ വരിക, ചർച്ച വരിക. ഇപ്പോൾ നമുക്കറിയാം പിന്നെ തഅലീഖാത്തുകൾ, ബുഖാരിയിൽ വന്ന തഅലീഖാത്തുകൾ, അത് തഅലീഖാത്തുകളായി തന്നെയാണ് മനസ്സിലാക്കുക. അത് വേറെയാണ് പണ്ഡിത ലോകം ചർച്ച ചെയ്യുക. ആ തഅലീഖാത്തിനെയും എടുത്ത് വിമർശിച്ചവരുണ്ട്, ഹദീസാണെന്ന് പറഞ്ഞ് വിമർശിച്ചവരുണ്ട്. അങ്ങനെ വിമർശിച്ചവർക്ക് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുക. ബുഖാരി, ആ ബുഖാരിയിൽ നമ്മൾ സ്വീകരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ സഹീഹായ സനദോട് വന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ സ്വീകരിക്കുക, തഅലീഖാത്തുകളല്ല. ആ തഅലീഖാത്തുകളിൽ അബദ്ധമുണ്ട്, മുർസലായതുണ്ട്. അതൊക്കെ വളരെ വേർതിരിച്ച് തന്നെ പഠിച്ചു വെക്കണം. ആ മുർസലായതുണ്ട് തഅലീഖാത്തുകളിൽ. ആ തഅലീഖാത്തുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിം ലോകത്ത് ആരും തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ ഹദീസുകൾ സനദോടുകൂടി മുസന്നദായ ഹദീസുകൾ, അതാണ് മുജാഹിദ് പ്രസ്ഥാനം പണ്ടേക്ക് എന്നും പറഞ്ഞത്. ആ ഹദീസുകളെ വിമർശിക്കാൻ പാടില്ല. കാരണം ആരെങ്കിലും അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുമുണ്ട്, ഇസ്ലാമിക ലോകം മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ആ മറുപടി പറഞ്ഞത് വളരെ വ്യക്തമായി കേട്ടോളൂ. ഇത് വളരെ വ്യക്തമായി തന്നെ കണ്ടു. എന്നാൽ ഇമാം അബുൽ ഹസൻ അലി ഇബ്നു ഉമർ ഇബ്നു ദാറുഖുത്നി, ഇമാമുൻ നസായി എന്നിവരെ പോലെയുള്ള ചില ഹദീസ് പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും സഹീഹൈനിയിലെ ചില റിപ്പോർട്ടുമാരെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളൊന്നും തന്നെ പ്രസ്തുത റിപ്പോർട്ടിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ സിഹത്തിനെ ബാധിക്കുന്നതല്ല. നിങ്ങളിത് പറയുമ്പോൾ ഉത്തരം പറഞ്ഞില്ല എന്ന് പറയും. അതായത് മുജാഹിദ് പ്രസ്ഥാന വിഷയത്തിൽ വ്യക്തമായ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കേട്ടോളൂ. ഇമാം മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ബുഖാരിയുടെ ഹദീസ് ഉണ്ട്. ആ ഹദീസ് അവരുദ്ധരിച്ച സഹീഹിൽ വന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാത്ത കാര്യമില്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രസ്തുത ആക്ഷേപങ്ങളൊന്നും തന്നെ പ്രസ്തുത റിപ്പോർട്ടർമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ സിഹത്തിനെ, സ്വീകാര്യതയെ ഒരിക്കലും ബാധിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഒരു സിഹത്തിനെ ചോദ്യം ചെയ്താലും അതിൻ്റെ സിഹത്തിനെ ബാധിക്കുന്നില്ല. അതിന് വ്യക്തമായ മറുപടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഹദീസിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് ആ റിപ്പോർട്ടറെ നിങ്ങൾ ചോദ്യം ചെയ്താലും പക്ഷേ അതിൻ്റെ സിഹത്തിനെ ബാധിക്കുകയില്ല. ഇതാണ് സലഫി പണ്ഡിതന്മാർ. നിങ്ങൾ ഉദ്ധരിച്ച 10 അല്ല 15 അല്ല 100 ഹദീസ് നിങ്ങൾ ബുഖാരിയിൽ നിന്ന് എടുത്തുദ്ധരിച്ചാലും അതിൻ്റെ റിപ്പോർട്ടുകളെ കുറിച്ച് നിങ്ങൾ പരാതി പറഞ്ഞാലും അതിൻ്റെ സിഹത്തിനെ അത് ബാധിക്കില്ല. ആ സിഹത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഏതായിരുന്നാലും, ഏത് ഈ മുഹരിമാണെങ്കിലും അതല്ല ഇനി വേറെ ഏതെങ്കിലും ഒരു ഹദീസാണെങ്കിലും, ആ ഏത് ഹദീസാണെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഒരിക്കലും എന്തല്ല ഈ രൂപത്തിലാണ്, ഈ താലീഖല്ലാത്ത രൂപത്തിൽ വന്നതാണ്, സനദോടുകൂടി വന്നതാണെങ്കിൽ അത് സ്വീകരിക്കും. ഇതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ സംഗതികൾ വളരെ വ്യക്തമായി നമ്മൾ വിശദീകരിച്ചു. പിന്നെ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ആ സഹാബി, നബി ഓതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, ആ സഹാബി കേട്ടിട്ടില്ല, വന്നവർ കേട്ടു. അതുകൊണ്ട് അവരങ്ങനെ ഉദ്ദേശിച്ചത് ഞാൻ അത് നേരത്തെ പറഞ്ഞത് പിന്നെയും അദ്ദേഹം ഞാൻ പറഞ്ഞത് അന്നേരം പറഞ്ഞത് പിന്നെയും ആവർത്തിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് വീതം സമാപിക്കാനോ അല്ലെങ്കിൽ അതിന് കുറച്ച് സമയമാണെങ്കിലോ നിങ്ങൾ ക്ലിയർ ചെയ്തോ, നമുക്കും ക്ലിയർ ചെയ്യാം. അത് അവസാനിപ്പിച്ച് അസ്സലാമു അലൈക്കും. ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ തഅലീഖാത്ത് മുസന്നദാത്തൊക്കെ സംഗതി നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതിലൊന്ന് ചെറിയ കുറിപ്പാത്തും കൊണ്ട് വന്നതാന്ന് പറഞ്ഞു. സംഗതി കുറിപ്പാത്തൊരു സംഭവമാണ്. മുഅല്ലക്ക് എനിക്ക് തഅലീഖാത്തൊക്കെ അറിയും. മുഅല്ലക്കായ ഹദീസുകൾ ബുഖാരിയിൽ മാത്രം 1341 ഉണ്ട്. മുഅല്ലക്ക് 1341 ഫിൽ ബുഖാരി. മുസ്ലിമിലാണെങ്കിൽ 12. അതിൻ്റെ ഹുക്കം എന്താണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ തദ്രീബ് റാബി സുയൂത്തി എണ്ണുന്നതാണ് പറയുന്നത്. ബുഖാരി മാത്രം 430 റിജാലുകൾ. ഇൻഫറദൽ ബുഖാരി ദൂന മുസ്ലിം ഒന്നും ഉദ്ധരിക്കാതെ ബുഖാരി മാത്രം വന്ന റിജാലുകൾ 430 തന്നെ ഉണ്ട്. എന്നെ ചോദിച്ചിരുന്നു, നമ്മൾ അവസാനം നിർത്തി പോകുന്നു വിചാരിക്കണ്ട. അൽ മുതകല്ലമു ബിഹിം ബിൽ ളുഅഫ്, ഇതിൽ ളുഅഫ് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ 80 തന്നെ ഉണ്ട്. തദ്രീബ് റാവിൽ സുയൂത്തി പറയുന്നു. ഓക്കെ. മുസ്ലിം ആണെങ്കിൽ 620 ആളുകൾ. അതിൽ 160 ആളുകളെ കുറിച്ചും സംസാരിക്കുന്നു. 160 ആളുകൾ അധികം. അതിൽ 210 ആളുകളെ കുറിച്ച് സംസാരമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇല്ലാതെ പഠിക്കാതെ ഒന്നും വന്നു എന്നും നിങ്ങൾ പറയരുത്. നമുക്ക് പറ്റുന്ന വിധത്തിൽ നോക്കിയും പഠിച്ചും വന്നത് തന്നെയാണ്. പിന്നെ അവസാനം ഒരു ഹദീസ് പറഞ്ഞപ്പോൾ ഒന്നും അങ്ങോട്ട് വെറുതെ അദ്ദേഹം കേട്ടില്ല എന്നല്ല, ഞാൻ
അഷ്ഹദു ഞാൻ അങ്ങനെ കേട്ടു, നബി ഇങ്ങനെ ഓതുന്നതാണ് ഞാൻ കേട്ടത്, അങ്ങനെയാണ് ഞാൻ ഓതുന്നത് എന്നാണ് പറഞ്ഞത്. ഒന്ന്, അങ്ങനെ കേട്ടു എന്നാണ് പറഞ്ഞത്. രണ്ട്, ഹദീസിനെ സ്വീകരിച്ചത് കൊണ്ട്, അതെ നമ്മളെ വായിച്ചു കൊടുത്തു, അഷ്ഹദു അന്നി സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റഉ ഹക്കദാ എന്നാണ്. അല്ല കേട്ടില്ല എന്നല്ല, അവസാനം പറയുമ്പോൾ തിരിച്ചു പറഞ്ഞു പോകരുത്, ഇങ്ങനെയാണുള്ളത്. പിന്നെ സംഘടനയിലുള്ള അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പല നെറികേടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. പലതും എന്തൊക്കെ തുടങ്ങി, ബാറ് തുടങ്ങി, ആരാ ബാറ് തുടങ്ങി, എന്താ തുടങ്ങിയതൊന്നും അറിയില്ല. ഏതായാലും അടിച്ചിറക്കാൻ തുടങ്ങിയതും ചികിത്സിക്കാൻ തുടങ്ങിയതും ഹദീസുകൾ മുൻകാലത്തുണ്ടായിരുന്ന മുജാഹിദ് പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മൗക്കൂഫാക്കിയ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ പറയുന്നില്ല. ആളുകൾ അടിച്ചിറക്കാൻ തുടങ്ങിയ പുളിക്കലും ചെറുവാടിയൊക്കെ അടിച്ചിറക്കാൻ തുടങ്ങിയത്, ഇതൊക്കെ അഖീദയുടെ ഭാഗമായി മാറിയത് ഹദീസുകൾ സ്വീകരിച്ചത് കൊണ്ടാണ്. അവസാനത്തെ 10 മിനിറ്റിൽ ഒരു വാക്കുപോലും എൻ്റെ അടുത്തുനിന്ന് നിങ്ങളെങ്ങനെ അവസാനിപ്പിച്ചാലും എൻ്റെ അടുത്ത് നിന്ന് വേദനിപ്പിക്കുന്നതോ അല്ല ഇത്ര നേരം സഹകരിച്ച് നമ്മൾ കേട്ടിരുന്നതിൻ്റെ പേരിൽ ഇനി അവസാനത്തെ ഒരു സെക്കൻഡിൽ എന്തെങ്കിലും പറയാൻ പാടില്ലല്ലോ എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അവസാനത്തിലെ ഹദീസ് ഞാൻ പറഞ്ഞതുപോലെ അല്ലാതെ ഉദ്ധരിച്ചപ്പോൾ അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതിന് മറുപടി പറഞ്ഞതെല്ലാം വ്യക്തമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആത്മസംതൃപ്തി വേണമല്ലോ. ഇയാൾ ഹദീസുകൾ ഇങ്ങനെ ഉദ്ധരിച്ച സമയത്ത് ഹദീസുകളിൽ ബുഖാരിയുടെ ഹദീസിൽ എന്തെല്ലാം ഐറ്റങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ബുഖാരിയുടെ ഹദീസിൽ വന്ന യുആരിലുൽ ഖുർആന് മുആറളത്തായിട്ട് വന്ന മുബ്ഹം വന്ന യുആരിലുൽ ഹദീസുകൾ പരസ്പരം വന്ന വഹ്മ് വന്ന മുദ്റജ് വന്ന ലഈഫ് വന്ന അബൂ ജാഫർ അഖീലി ഇതുവരെ തൊട്ടിട്ടേയില്ല, അങ്ങനെ ഒരാളെ പറഞ്ഞില്ല. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരാളെ പറയരുത് നിങ്ങളിങ്ങനെ ഇടയ്ക്ക് പറയാനല്ലാതെ അവരൊന്നും എണ്ണണ്ടെന്ന് പറയാനല്ലാതെ ഇദ്ദേഹത്തെക്കുറിച്ച്, കാരണം ഇദ്ദേഹത്തിനെ എടുക്കാൻ കാരണം ജസ്സാസിന് വേറെ നിങ്ങൾ എറിഞ്ഞതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇൻകാർ ഷഹ്സു എന്ന് പറഞ്ഞത് മുൻകറാണ് എന്ന് പറഞ്ഞത്, ഹുറുൽ ഈൻ വുളു എടുക്കുന്ന സമയത്ത് കണ്ടു എന്ന് പറഞ്ഞ് തസ്ഹീഫ് അത് മുസഹഫാണ് എന്ന് പറഞ്ഞത്, മുഖഹമ്മത്തായ കൃതത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞുപോയി. ഈ പറഞ്ഞ ഹദീസുകളെല്ലാം പറഞ്ഞതിന് മറുപടി നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ എന്ന് നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. അല്ലാഹു നമുക്ക് സത്യമായി കാണിച്ചു പറ്റുമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്ന് സ്വഹീഹായ ഹദീസുകൾ അഖീദക്ക് യോജിക്കുന്ന ഖുർആനിന് യോജിക്കുന്ന ആളുകളിടയിൽ പറയാൻ പറ്റുന്ന, പ്രവാചകൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ വന്ന് റിപ്പോർട്ടായിട്ട് വന്ന, ആരെങ്കിലും വഹ്മിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തതല്ലാത്ത, സിയാദത്തായിട്ട് കയറി വന്നതല്ലാത്ത, മുബ്ഹമല്ലാത്ത, മുഖഹമത്തല്ലാത്ത സ്വഹീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ അക്സാം എണ്ണിയല്ലോ, ആ അക്സാമിൽ ഇങ്ങനെ എണ്ണി വന്ന സ്വഹീ ആയ ഹദീസുകൾ മാത്രം എടുത്ത് നമ്മളെ ഒന്നിച്ചിരുന്ന് നമ്മളെ വിമർശിച്ച പ്രബോധനത്തിൻ്റെ ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ എതിരെ ഇനിയും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അടരാടാനും പറയാനും ഈ മുടിവാദമൊക്കെ പറയുമ്പോൾ അതിനൊക്കെതിരെ ഒന്നിച്ച് നിന്നിട്ട് പറയാനും പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഹൈർ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയേക്കാം. നമ്മളങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഏതായാലും നമ്മളൊക്കെ മനസ്സിലുള്ള ആഗ്രഹം അത്രയേ ഉള്ളൂ. ആരെയും കൊച്ചായി കാണിക്കാനോ നിങ്ങളെ കൂടുതലുള്ളവരോ ആരോടെങ്കിലും നമ്മളെടുത്തുന്ന എന്തെങ്കിലും വാക്കിലോ സംസാരത്തിലോ ഈവൻ നമ്മളൊരു ചിരിയിലോ ആരെങ്കിലും സുഖ്രിയത്തോടുകൂടി കണ്ടുവെന്നോ എന്തെങ്കിലും തോന്നിയെങ്കിൽ അതിലുപരി ബുഖാരി മുസ്ലിം പോലുള്ള ഗ്രന്ഥങ്ങളോട് എന്തെങ്കിലും അവമതിക്കുന്ന നമ്മുടെ വാക്ക് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പടച്ചവനോടും മാപ്പ് ചോദിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ സഹോദരൻ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നൊരു വാക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായി ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ സ്വീകരിച്ചൊരു നിലപാട്, ആ നിലപാട് വായിച്ച് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി അവസാനത്തെ 10 മിനിറ്റ് അനുഭവിക്കുകയാണ്. ഒന്ന്, പരിശുദ്ധ ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരള ജമിയത്തുൽ-ഉലമയുടെ ഒരു കാലഘട്ടത്തിലെ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം വാദം, നിങ്ങളെപ്പോലെ ഒരു വാദം ഉന്നയിച്ച് ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ
അദ്ദേഹം നൽകിയ മറുപടിയിൽ അൽമനാർ പ്രസിദ്ധീകരിച്ചതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. സഹീഹുൽ ബുഖാരി സ്ഥിരപ്പെട്ട നബിവചനങ്ങളുടെ വിലപ്പെട്ട സമാഹാരം. പരിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ വെച്ച് തുടങ്ങി 16 കൊല്ലക്കാലം കൊണ്ട് രചന പൂർത്തിയാക്കപ്പെട്ട മഹത്തായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരി. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ രണ്ടാമത്തേതായ തിരുസുന്നത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ സമാഹാരം. ദിവ്യവചനങ്ങളായ പരിശുദ്ധ ഖുർആനിനു ശേഷം ഏറ്റവും സ്വീകാര്യ നിർബന്ധവും സ്വഹീഹായുമായ ഹദീസു ശേഖരം അതത്ര സഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയുടെ സ്വീകാര്യതയും പാവനത്വവും അംഗീകരിക്കാത്ത ഒരൊറ്റ പണ്ഡിതനും മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. 6 ലക്ഷം പരമ്പരകൾ മുഖേന ലഭിച്ച ആയിരക്കണക്കിൽ നബിവചനങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത സ്വഹീഹായ 7000-ൽ പരം പ്രവാചക വചനങ്ങളാണ് സഹീഹുൽ ബുഖാരി ഉൾക്കൊള്ളുന്നത്. ഇമാം ബുഖാരി തന്നെ വ്യക്തമാക്കുന്നു, തൻ്റെ നിഷ്കൃഷ്ടമായ ഉപാധികളനുസരിച്ച് സഹീഹാണെന്ന് ഉറപ്പുള്ളതല്ലാത്ത ഒരൊറ്റ ഹദീസും ഈ സമാഹാരത്തിലില്ല. ചില സ്വഹീഹായവ തന്നെ നിബന്ധനകളോട് നീതി പുലർത്താത്തത് കാരണം വിട്ടുകളയുകയാണ് ഉണ്ടായത്. ഈ മഹൽ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ പേർ അൽ ജാമിഉ സഹീഹ് അൽ മുസ്നദ് മിൻ ഹദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനി വഅയ്യാമി എന്നാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന ഹദീസുകളെ ഇതിൽ ക്രോഡീകരിച്ചിട്ടുള്ളൂ. നിങ്ങൾ നേരത്തെ എണ്ണിപ്പറഞ്ഞു ഇതിനകത്ത് ദുർബല റിപ്പോർട്ടർ 600 പേരുണ്ട്. അവസാന ഘട്ടത്തിൽ നേരത്തെ ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ല ഇതിന് ഖുർആാനെതിരായതുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഖുർആാനെതിരായത് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ ബുഖാരിയുടെ പേരിൽ പറയുന്ന അപരാധമാണത്. അങ്ങനെ പറയാൻ പാടില്ല. ഇസ്ലാമിക ലോകം അതൊരിക്കലും സഹിക്കുകയും ഇല്ല. മാത്രമല്ല ഇനി ആ റിപ്പോർട്ടർമാർ, നിങ്ങൾ എണ്ണിപ്പറഞ്ഞ റിപ്പോർട്ടർമാർ, ദുർബലത പറഞ്ഞ റിപ്പോർട്ടർമാരെ ഇമാം ബുഖാരി ഒളിച്ചു വെച്ചിട്ടില്ല, ഇമാം മുസ്ലിം ഒളിച്ചു വെച്ചിട്ടില്ല, ഫത്തുഹുൽ ബാരി ഒളിച്ചു വെച്ച്, ഇബ്നു ഹജർ ഒളിച്ചു വെച്ചിട്ടില്ല, ഇമാം നവവി ഒളിച്ചു വെച്ചിട്ടില്ല. അതിനെല്ലാം വളരെ വ്യക്തമായി ഇബ്നു സലാഹിനെ പോലുള്ള ആളുകൾ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങളത് പഠിക്കണം, വായിക്കണം. ഇനി ഇത് പറഞ്ഞിട്ട് ഷെയ്ഖ് മുഹമ്മദ് മൗലവി പറയാണ്, തിരുത്തൽവാദികൾ ഇവിടെയും സഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊങ്ങി വന്നവ. യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തതെല്ലാം തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ നൊടിഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ വാസ്തവത്തിൽ മറുപടിയെ അർഹിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ സഹീഹുൽ ബുഖാരിയെ പറ്റിയുള്ള ആക്ഷേപങ്ങളും പെടുത്താം. തൻ്റെ ചില നിഗമനങ്ങളോട് വിയോജിച്ചതിനാൽ മാത്രം സഹീഹുൽ ബുഖാരി തോട്ടിലേക്കെറിയണമെന്ന് വരെ നാടുനീളെ നാക്കിട്ടടിച്ച് നടക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം യുക്തിയാകുന്ന മാനദണ്ഡം വെച്ചളന്ന് സഹീഹുൽ ബുഖാരിയിലെ ഒട്ടേറെ ഹദീസുകൾ തള്ളിക്കളഞ്ഞ് ആ മഹൽ ഗ്രന്ഥത്തെ ഒട്ടുമുക്കാലും വെട്ടിച്ചുരുക്കി അലങ്കോലപ്പെടുത്തിയവരും കുറവല്ല. അടുത്ത കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട അത്തരം ചില വിവരക്കേടുകളെപ്പറ്റി സാന്ദർഭികമായി സംസാരിക്കാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞത് ഷെയ്ഖ് മുഹമ്മദ് മൗലവിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു ഹദീസ് ഈ സമൂഹം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നു നിന്ന കാലഘട്ടത്തിൽ, ഹദീസ് എന്നറിയാതെ തിരിഞ്ഞു നടന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും ആ നല്ല മാർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നവരാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ. മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഖുർആനും ഹദീസുമാണ് പ്രമാണം. ആ ഹദീസിനെ പുച്ഛിച്ചുകൊണ്ട് ചേകന്നൂർ മൗലവി കടന്നു വന്നപ്പോൾ ചേകന്നൂർ മൗലവിക്കെതിരെ വണ്ടൂർ വെച്ച് ദിവസങ്ങളോളം വാദപ്രതിവാദം നടത്തിയ മനുഷ്യർ ഇന്നും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ വാദം നമ്മളിലൊരു വിഭാഗം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടം തന്നെയാണ്. ഹദീസുകളെ പുച്ഛിക്കൽ തന്നെയാണ്. പിന്നെ ആരെങ്കിലും അടിച്ചിറക്കിയോ, സലഫിയുടെ പേരിൽ അടിച്ചിറക്കിയോ, ഇസ്ലാമിൻ്റെ പേരിൽ അടിച്ചിറക്കിയോ, അത് തെറ്റാണെന്ന് പറയാൻ ഒരു മടിയും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അത് അബദ്ധമാണെന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത് എവിടുന്നാണ് നിങ്ങൾ പഠിച്ചത്? അത് തെറ്റാണെന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. അതേസമയം പ്രവാചകന്റെ ഹദീസുകളെ പരസ്യമായി ചവിട്ടിത്തൂത്ത് പുച്ഛിച്ച് തള്ളിയിട്ട് എന്നിട്ട് അതിനെതിരെ ഖമാ എന്ന് മിണ്ടാൻ പോലും മനസ്സ് വരാത്ത ആളുകൾ ഇവിടെയുണ്ട്. മാത്രമല്ല, ഒരു ഭാഗത്ത് സിഹർ ഫലിക്കുമെന്ന് എഴുതുന്നു, വേറൊരു ഭാഗത്ത് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ കാഫിറാകുമെന്ന് പറയുന്നു. രണ്ട് വൈരുദ്ധ്യമാണ്. ഒരാൾ ഖത്തറിൽ നിന്ന് പറയുന്നു, ഒരാൾ ചെറിയമുണ്ടത്ത് നിന്ന് പറയുന്നു, ഒരാൾ ഇടവണ്ണയിൽ നിന്ന് പറയുന്നു. എന്താണ് അഭിപ്രായം? ഏതാണ് നിങ്ങളുടെ ദീനെന്ന് ചോദിച്ചാൽ ആളുകൾ നട്ടം തിരിയുകയല്ലാതെ യഥാർത്ഥത്തിൽ വാദില്ല. ഇത് കേരള ജമിയത്തുൽ ഉലമയാണ്. ചേകന്നൂർ വന്നത് ഇവിടെ നിന്നാണ്, അവിടെ തിരുത്തിക്കൊടുത്തു. ഹുസൈൻ മടവൂർ വന്നത് ഇവിടെ നിന്നാണ്, തിരുത്തിക്കൊടുത്തു. അതൊരിക്കലും അംഗീകരിച്ചിട്ടില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്നുറക്കെ പറയാൻ, അതിനുവേണ്ടി ഈ പ്രസ്ഥാനത്തിൻ്റെ മജ്ജയും മാംസവും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ തയ്യാറായ പ്രസ്ഥാനമാണിത്. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുകയും ഹക്കിന് വേണ്ടി നിലകൊള്ളുകയും ഹക്കിന് വേണ്ടി വാദിക്കുകയും റസൂലുള്ളാഹിന്റെ സുന്നത്തിന് വേണ്ടി വാദിക്കുകയും അത് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്
യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ് വിജനപ്രദേശത്ത് വെച്ച് ജിന്നിനെ വിളിച്ചാൽ ജിന്നോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് കേരള മണ്ണിൽ ആദ്യമായി എഴുതി വെച്ചത്. അത് ഏറ്റുപറഞ്ഞവരുണ്ടായിട്ടുണ്ട്. അതിനെതിരെ വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ജിന്നിനെ വിളിച്ചാൽ ശിർക്കാവൂല, വിജനപ്രദേശത്ത് വെച്ച് എന്ന് എഴുതി വെച്ചത് ചെറിയ മുണ്ടമാണ്. ഇന്നും തിരുത്തിയിട്ടില്ല. കേരള ജമിയത്തുൽ ഉലമ തിരുത്തിയിട്ടില്ല. ഈ പറയുന്ന നിങ്ങളുടെ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന തിരുത്തിയിട്ടില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. അടിച്ചിറക്കുന്നത് ഇസ്ലാമിക വിരുദ്ധാണ് എന്നത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അതാണ് ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, അതാണ് ആദർശ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. ആര് തെറ്റ് ചെയ്താലും, അത് നമ്മുടെ ആൾ തെറ്റ് ചെയ്താൽ അങ്ങനല്ല പോയിക്കോ, നമ്മുടെ ആൾ പറഞ്ഞു ഹോമം നടത്തിയാൽ അത് മിണ്ടണ്ട, ഇത് നമ്മൾ പറയില്ല. അത് മിണ്ടണ്ടെന്ന് പറയില്ല. ഹോമം നടത്തിയാൽ തെറ്റാണെന്ന് പറയും അല്ലേ? അതല്ലേ നമ്മുടെ ഇവിടെ അടുത്താണല്ലോ, തൃശ്ശൂരാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിന്ന് ബാധിച്ചിട്ട് ഇറക്കാൻ ഹോമം നടത്തിയത് മടവൂര് സഹോദരന്റെ വീട്ടിൽ അന്വേഷിക്കണം, പോയിട്ട് തിരുത്തി കൊടുക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അതല്ല ഇസ്ലാമിൻ്റെ മാർഗ്ഗം എന്ന് പറഞ്ഞു കൊടുക്കണം. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ മാർഗ്ഗം ഇതാണ്, സുന്നത്താണ്, ഹദീസാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ പോരടിക്കേണ്ടവരല്ല, വഴക്കിടേണ്ടവരല്ല. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വഴക്കിടേണ്ടവരല്ല. നിങ്ങളോട് ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താനോ കുത്തിപ്പറയാനോ വേണ്ടി പറയില്ല. നേരെ മറിച്ച് ഇത് ഇസ്ലാമികമായ നിലപാടുകൾ, അതിനെ സംബന്ധിച്ച് അതിനെ പുച്ഛിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ ഇപ്പറഞ്ഞ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഹദീസും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും സഹിഹായ, സിഹത്തുള്ള, ഏറ്റവും ആഴലയായ, സഹീഹിൽ ഏറ്റവും ആഴലയായ ഉന്നതമായ ഹദീസാണ് നിങ്ങൾ എതിർക്കുന്നത്. അത് എതിർത്താൽ പിന്നെ അതിൻ്റെ അകത്ത് വേറെ ഒരു ഹദീസും സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് കിട്ടുക. അതിനെയാണ് എതിർക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അഹലുകാരാണ്, അഹ്ലുൽ ഹദീസിൻ്റെ അഹലുകാരാണ്. ആ അഹ്ലുൽ ഹദീസിൻ്റെ അഹലുകാരായതുകൊണ്ട് ഖുർആനും സുന്നത്തും പറയുന്നതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ അറിവ് കുറഞ്ഞവരാണ്. ചിലപ്പോൾ ഈ പറഞ്ഞതിൽ അബദ്ധങ്ങൾ, നമ്മുടെ പറഞ്ഞ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാകാം. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, മാപ്പ് ചോദിക്കുക. അള്ളാഹുവേ, ഞങ്ങൾക്കറിയുന്നത് ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചു, പറയാൻ ശ്രമിച്ചു. തെറ്റുകളുണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് തരണം റഹ്മാനെ. അള്ളാഹു ദീൻ പറയാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. കുറ്റങ്ങളുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ ദീനിനെ ദീനായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് തന്നെ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ വഴി ഒരു ലലാലത്ത് ഈ നാട്ടിൽ പ്രചരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് റഹ്മാനെ. അള്ളാഹുവെ, ഹിദായത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കാനും ഹിദായത്തിൻ്റെ മാർഗ്ഗം കാണിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് തന്നെ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم. ചെറുതെങ്കിലും ചേതോഹരമായ ഈ സദസ്സ് ഒരുക്കി നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഈ ഒരു സദസ്സിലേക്ക് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയിട്ടുള്ള ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ മജീദ് സാഹിബിനെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ബഹുമാന്യനായ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യനായ ഇസ്ലാമിക പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.